നമസ്കാരം. LDFന്റെ അടിത്തറ ഇളകിയിട്ടില്ല. ശബരിമല സ്വർണ്ണക്കൊള്ള തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായില്ല. ഇടത് ഹിന്ദുത്വ ആഖ്യാനം വോട്ടർമാരെ സ്വാധീനിച്ചുവെന്ന തോമസ് ഐസക്കിന്റെ വാദം ശരിയല്ല. വെള്ളാപ്പള്ളിയെ ചുമന്നു നടന്നത് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായില്ല. കോട്ടയത്തും മലപ്പുറത്തും തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. അത് പരിശോധിക്കും. അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ LDF തിരിച്ചുവരും. ഇതാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ തെരഞ്ഞെടുപ്പ് വിലയിരുത്തൽ. ഈ വിലയിരുത്തൽ യാഥാർത്ഥ്യ ബോധത്തോടെയുള്ളതാണോ അതോ ഒളിച്ചോട്ടമോ? സ്വാഗതം. സ്പെഷ്യൽ എഡിഷനിലേക്ക് നമ്മളൊപ്പം അതിഥികളായി CPM വക്താവ് KT കുഞ്ഞിക്കണ്ണൻ, കോൺഗ്രസ് വക്താവ് ജിൻഡോ ജോൺ, രാഷ്ട്രീയ നിരീക്ഷകൻ ദാമോദർ പ്രസാദ് എന്നിവർ. ആദ്യം KT കുഞ്ഞിക്കണ്ണൻ. KT, ഇന്നത്തെ വിലയിരുത്തൽ പ്രകാരം അടിത്തറ പോയിട്ടില്ല എന്നാണ് പറയുന്നത്. വോട്ട് പെർസെൻറ്റേജ് ചൂണ്ടിക്കാട്ടുന്നു. തോറ്റ തിരുവനന്തപുരത്തെ പോലും വോട്ടിൻ്റെ എണ്ണം കൂടുതലാണെന്ന് ചൂണ്ടിക്കാട്ടുന്നു. ആകെ തിരിച്ചടി എന്ന് പറയാവുന്നത് കോട്ടയത്തും മലപ്പുറത്തും മാത്രമാണ്. അത് പാർട്ടി പരിശോധിക്കുന്നതും പറയുന്നു. ഇത് ഒരു തരത്തിലുള്ള രാഷ്ട്രീയ കാരണങ്ങളാൽ വോട്ടർമാർ LDFനെ തിരസ്കരിച്ചിട്ടില്ല എന്നാണ് സംസ്ഥാന സെക്രട്ടറി പറയുന്നത്. ഇത് യാഥാർത്ഥ്യബോധത്തോടെയുള്ളതാണോ? സംസ്ഥാന സെക്രട്ടറി ഇന്നത്തെ പത്രസമ്മേളനത്തിൽ പ്രാഥമികമായ ഒരു വിശകലനം മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുക ചെയ്ത്, ആ വിശകലനം പ്രധാനമായും ഇപ്പോൾ നടക്കുന്ന ഒരു ആഖ്യാനമുണ്ട്, ഇടതുപക്ഷത്തിൻ്റെ അടിത്തറയാകെ തകർന്നു എന്നത്. അത് വസ്തുതാപരമല്ല. UDFന് വിജയിച്ച് കയറാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇടതുപക്ഷത്തിൻ്റെ വോട്ടർമാരുടെ അടിത്തറയോ ബഹുജന അടിത്തറയോ തകർന്നു എന്ന് പറയാൻ പറ്റില്ല. ഇടതുപക്ഷത്തിന് വോട്ടുകളിൽ അതിൻ്റെ പെർസെൻറ്റേജിൽ വന്ന കുറവ് എന്ത് രാഷ്ട്രീയ കാരണങ്ങളാണെന്ന് വിശദമായി തന്നെ പരിശോധിക്കും. മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തോട് ചോദിച്ചത് വെള്ളാപ്പള്ളിയെ കൊണ്ടാണോ ശബരിമല കൊണ്ടാണോ എന്നാണ്. അങ്ങനെ ഒരു ചോദ്യത്തിലെ അല്ലെങ്കിൽ ഒരു ഘടകത്തെ മാത്രം എടുത്തുകൊണ്ട് ഈ തിരിച്ചടിയുടെ കാരണം നമുക്ക് പറയാൻ പറ്റില്ല. പല കാരണങ്ങൾ ചേർന്ന് ഇടതുപക്ഷത്തിനെതിരായിട്ട് UDFും BJPയും അവരെ പിന്താങ്ങുന്ന മാധ്യമങ്ങളും നടത്തിയ വളരെ നിശംസനീയമായ വസ്തുതകൾക്ക് നിരക്കാത്ത പ്രൊപ്പഗൻഡയാണ് ഈ പരാജയത്തിന് പ്രധാനപ്പെട്ട കാരണമായിട്ടുള്ളത് എന്ന വസ്തുതയാണ് എനിക്ക് ഈ ചർച്ചയിൽ പ്രധാനമായിട്ട് ഉന്നയിക്കാനുള്ളത്. അത് തന്നെയാണ് ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞത്. പക്ഷേ ഈ ചോദ്യങ്ങൾ മാധ്യമങ്ങൾ ചോദിക്കുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ള തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചോ ഇല്ലേ എന്ന് കണ്ടെത്താൻ സംസ്ഥാന സെക്രട്ടറിയേറ്റ് കഴിഞ്ഞിട്ടില്ലേ? വെള്ളാപ്പള്ളി നടേശനെ പിന്തുണച്ചത് അത് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായോ എന്ന് പരിശോധിക്കാൻ സെക്രട്ടറിന് സാധിക്കുന്നില്ലേ? അല്ല, അത് സെക്രട്ടറി തന്നെ പറഞ്ഞല്ലോ. ഈ കാര്യങ്ങളെല്ലാം ഉണ്ടാകാം, പക്ഷെ അത് ഒരു പ്രത്യേക കാര്യമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനുണ്ടായ തിരിച്ചടിക്ക് കാരണമെന്ന് നമുക്ക് ഒരൊറ്റ കാരണത്തെ എടുത്ത് പറയാൻ പറ്റില്ല. വെള്ളാപ്പള്ളിയുടെ വിദ്വേഷ പ്രചരണം ഉണ്ടാകാം. അതിനെ സംബന്ധിച്ച് CPMനെതിരായിട്ട് വലിയ രീതിയിൽ നടന്ന പ്രൊപ്പഗൻഡയുണ്ട്, തെറ്റിദ്ധാരണാജനകമായ പ്രചാരണമുണ്ട്. അതേപോലെ തന്നെ ശബരിമല പ്രശ്നമുണ്ട്. ശബരിമല പ്രശ്നം ഇപ്പം എന്താണ്, വൈറലായിരിക്കുന്നൊരു പാട്ട് വരികയാണ്. എന്താണ് ആ പാട്ട്? എത്ര വൾഗറായിട്ടുള്ള, എത്ര തെറ്റായിട്ടുള്ള രീതിയിലാണ് ഒരു ജനതയുടെ വിശ്വാസപരമായ അംശങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് CPMനെതിരായിട്ട് വസ്തുതകളുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരാരോപണം ഉന്നയിക്കുന്നത്. അവിടെ നിന്ന് സ്വർണം പോയിട്ടുണ്ട്. ആ സ്വർണ്ണപ്പാളികളുടെ അപഹരണത്തിന് പിറകിൽ ആരാണ് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ അന്വേഷണം SIT നടത്തുന്നുണ്ട്. ആ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുറ്റവാളികളായിരിക്കുന്ന ആളുകളെതിരായിട്ട് നടപടിയെടുത്തിട്ടുണ്ട്. ആ നടപടിയെടുത്ത ആളുകളിൽ 4 പേര് ഈ INDUCയുമായി ബന്ധപ്പെട്ട കോൺഗ്രസുമായി ബന്ധപ്പെട്ട സംഘടനാ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളാണ്. അവരിപ്പോൾ ജയിലിലുണ്ട്. ഈ വസ്തുതകളെല്ലാം നിലനിൽക്കുമ്പോൾ എത്ര പാർട്ടിയുടെ ഒരു ജില്ലാ കമ്മിറ്റി അംഗം, മുൻ MLA, ഇവരെ 2 പേരെ അറസ്റ്റ് ചെയ്തിട്ട് അവരെ അന്വേഷണം പൂർത്തിയാകട്ടെ എന്നിട്ടേ നടപടിയെടുക്കൂ എന്ന് ആവർത്തിച്ച് പറയുന്നത് എന്തുകൊണ്ടാണ്? അവർക്കെതിരെ ഒരു കേസുണ്ട്, അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയിട്ടുണ്ട്. അവർക്കെതിരായിട്ടുള്ള തെളിവ് സഹിതമാണ് കോടതിക്ക് മുമ്പിൽ ഹാജരാക്കിയത് ഇതേ സർക്കാരിൻ്റെ അന്വേഷണ സംഘമാണ്. ആ തെളിവ്, ആ പോലീസ് ഹാജരാക്കിയ തെളിവ് പോലും പാർട്ടിക്ക് വിശ്വാസയോഗ്യമല്ല. ഇനി കോടതി ശിക്ഷിച്ചാൽ അവർക്ക് നടപടിയെടുക്കുമെന്നാണ്. ആ കാര്യത്തിൽ കൃത്യമായി പറഞ്ഞു കേട്ടോ. കുറ്റപത്രം വരട്ടെ, അന്വേഷണം പൂർത്തിയായിട്ടില്ല. അന്വേഷണം പൂർത്തിയാകുന്ന മുറക്ക് നടപടി ചെയ്യും. CPMനെ സംബന്ധിച്ചിടത്തോളം തെറ്റ് ചെയ്യുന്നവരെ പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തത്തെ ആ വാദം മറ്റേതെങ്കിലും പാർട്ടിക്കാർ പറഞ്ഞാൽ നമുക്ക് സ്വീകാര്യമാകുമായിരുന്നു. എന്തുകൊണ്ടാണ് അവരെ മാറ്റി നിർത്താത്തത് എന്തെന്ന് ചോദിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പോൾ ഭരിക്കുന്നത് CPM ആണ്. CPMന്റെ നേതാക്കളാണ് ഇവർ 2 പേരും. CPMുമായി ബന്ധമുള്ളവരാണ്. അവരെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയാൽ മാത്രമേ ഈ ഭരണത്തിന്റെ തണൽ ഈ പ്രതികൾക്കില്ല എന്ന് ജനത്തിന് ബോധ്യപ്പെടൂ. അതുകൊണ്ടാണ് ഈ ചോദിക്കുന്നത്. ഭരണത്തിന്റെ തണൽ ഈ പ്രതികൾക്കില്ല എന്നുള്ളത് ജനത്തിന് നല്ല ബോധ്യമുണ്ട്. അവരിപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് അറസ്റ്റ് ചെയ്യപ്പെടുകയും FIRൽ പേര് വരികയും അവർക്ക് ജാമ്യം പോലും ഇല്ലാതെ അവർ ജയിലിൽ കഴിയുകയാണ്. അപ്പോൾ അവർ സംഘടനാ രംഗത്ത് ഇപ്പം ഇല്ല. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരെ ആ പ്രാഥമിക അംഗത്തിൽ നിന്നും ഘടകത്തിൽ നിന്നും അവർക്ക് പാർട്ടിയുമായിട്ടുള്ള ബഹുജന സംഘടനാ ബന്ധങ്ങളിൽ നിന്നൊക്കെ പുറത്താക്കുന്ന കാര്യം കൃത്യമായി പറഞ്ഞല്ലോ.
കുറ്റപത്രം സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് അവരുടെ മേലിൽ ആരോപിക്കപ്പെടുന്ന കുറ്റം അന്വേഷണം പൂർത്തിയായിട്ടല്ലോ, ആ കുറ്റത്തിന്റെ സ്വഭാവം KT കുഞ്ഞിക്കണ്ണൻ, ഈ അന്വേഷണം സത്യസന്ധമായിട്ടാണ് നടക്കുന്നത് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് അവരെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തേണ്ടത്. അല്ലാതെ അവരെ ശിക്ഷിച്ചു നിങ്ങൾ പുറത്താക്കിയിട്ടത് കാര്യമല്ലേ. അന്വേഷണം നടത്തുന്നത് ആരാണ്? കോടതിയുടെ കീഴിലാണ് SIT പ്രവർത്തിക്കുന്നത്. കോടതിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടക്കുന്നത്. ഇതിൽ സ്റ്റേറ്റിന്, ഗവൺമെന്റിന്, പിണറായി വിജയന്, ആഭ്യന്തര വകുപ്പിന് ഒരു ഇടപെടൽ സാധ്യതയില്ല എന്ന് നിങ്ങൾക്കും എനിക്കും എല്ലാം അറിയാം. അപ്പൊ അറിയാവുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ എന്തിനാണ് അജ്ഞത സൃഷ്ടിക്കുന്നത്? അല്ല, ഇവർക്കെതിരായിട്ടുള്ള നടപടിയുടെ കാര്യത്തിൽ അന്വേഷണം സത്യസന്ധമാകുന്നത് കോടതിക്ക് കീഴിലാണ്. ഓക്കെ, എന്റെ ചോദ്യം, ഒരു കേസിൽ പ്രതികളാക്കപ്പെട്ട ആളുകളെ കുറിച്ച് ഇപ്പോഴും പാർട്ടിക്ക് വിശ്വാസമുള്ളതുകൊണ്ടാണോ, അവർ തെറ്റ് ചെയ്തിട്ടില്ല എന്ന വിശ്വാസമുള്ളതുകൊണ്ടാണോ ഇനി കുറ്റപത്രം വരട്ടെ, കണ്ടെത്തട്ടെ എന്ന് പറയുന്നത്? അല്ല, ഒരു കേസ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് അവർ FIR പേര് വന്നു, അവരെ അറസ്റ്റ് ചെയ്തു. അപ്പോൾ ദേവസ്വം ബോർഡിന്റെ തീരുമാനപ്രകാരമാണോ ഈ നടപടികൾ, ഈ പോറ്റി അവിടെ വന്നത്? പോറ്റിക്ക് ഇങ്ങനെ ഈ സ്വർണ്ണപ്പാളികൾ പുറത്തു കൊണ്ടുപോയിട്ട് അതിൻ്റെ മെയിൻ്റനൻസിൻ്റെ പേരിൽ ഇത്രയും സ്വർണ്ണം അപഹരിക്കാൻ കഴിഞ്ഞത്? ഈ കാര്യങ്ങളെല്ലാം അന്വേഷണത്തിലൂടെ പുറത്തു വരട്ടെ, പൂർത്തീകരിക്കട്ടെ. ആ പൂർത്തീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ ആളുകൾക്കുള്ള പങ്കിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ പങ്കിനെ കുറിച്ച് അല്ലാതെ പാർട്ടിക്ക് ഒരു ബോധ്യവുമില്ല. അല്ല, പാർട്ടിയുടെ അന്വേഷണ ഏജൻസി അല്ലല്ലോ, അവർക്കെതിരായിട്ട് അങ്ങനെ പറയരുത്. പാർട്ടിക്ക് സ്വന്തമായ അന്വേഷണ സംവിധാനങ്ങളുണ്ട്. KT കുഞ്ഞിക്കണ്ണൻ, പാർട്ടി അന്വേഷിക്കാറുണ്ട് കുറ്റകൃത്യങ്ങളെ കുറിച്ച്, പാർട്ടിക്കകത്ത് കിടക്കുന്ന കുറ്റകൃത്യങ്ങളെ. ഈ കാര്യത്തെ സംബന്ധിച്ച് അവരിപ്പോൾ പോലീസിൻ്റെ കസ്റ്റഡിയിലാണ്. അന്വേഷണം നടത്തുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ കസ്റ്റഡി റിമാൻഡിലാണ് അവർ. കോടതിയെ ഏൽപ്പിച്ചിരിക്കുകയാണ്, കോടതി അവരെ റിമാൻഡിൽ വെച്ചിരിക്കുകയാണ്. ഈ അന്വേഷണം പൂർത്തീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് കൃത്യമായി നടപടിയെടുക്കുമെന്നുള്ള കാര്യം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും പറഞ്ഞിട്ടുണ്ട്. പാർട്ടിയുടെ ഉയർന്ന ഘടകങ്ങളെ പ്രതിനിധീകരിച്ച് നിങ്ങളെ കണ്ട, മാധ്യമങ്ങളെ കണ്ട എല്ലാ നേതാക്കന്മാരും വ്യക്തമാക്കിയിട്ടുണ്ട്. അതെ, കോടതിയെ കണ്ടെത്തട്ടെ. ഇനി രണ്ടാമത്തെ ചോദ്യം, ഈ വെള്ളാപ്പള്ളി നടേശൻ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഫലിച്ചിട്ടില്ല എന്നാൽ അതേക്കുറിച്ചുള്ള ചോദ്യത്തോട് പുച്ഛത്തോടെയാണ് ഗോവിന്ദ മാസ്റ്റർ എന്ന് പ്രതികരിച്ചത്. അപ്പോൾ വെള്ളാപ്പള്ളി ഒരു ഫാക്ടറിയേ അല്ല, വെള്ളാപ്പള്ളിയെ ഇനിയും ഞങ്ങൾ ചുമക്കും, അങ്ങനെയാണോ? വെള്ളാപ്പള്ളിയെ എന്ന് മാത്രമല്ല, ആര് മതവിദ്വേഷപരമായ പ്രസ്താവന ഇറക്കിയാലും അത് ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ട്, പ്രത്യേകിച്ച് ഇന്ത്യൻ സാഹചര്യത്തിൽ വിദ്വേഷപരമായ പ്രസ്താവന ഇറക്കുന്ന, ഹിന്ദുത്വത്തിൻ്റെ അത്ര ഇസ്ലാമോഫോബിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു പ്രസ്താവനയും CPM അംഗീകരിക്കില്ല. CPM അക്കാര്യത്തിലൊക്കെ വ്യക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ആ നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ അതും പരിശോധിക്കാം. 2025 വെള്ളാപ്പള്ളി നടേശൻ നടത്തിയിട്ടുള്ള വിദ്വേഷ പരാമർശങ്ങൾക്കെതിരെ CPM എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഒരു വാക്ക്. CPM അത് അജിത്തിന് അറിയാത്തതാണോ, അജിംസിന് അറിയാത്തതാണോ? ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ വന്ന് ചർച്ച ചെയ്തിട്ടില്ലേ? ഞങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വളരെ ശക്തമായ രീതിയിൽ അദ്ദേഹത്തിൻ്റെ നിലമ്പൂർ പ്രസംഗം അത് എത്രത്തോളം വിദ്വേഷപൂർണ്ണമാണ്, തുടർന്ന് അദ്ദേഹം നടത്തിയുള്ള പ്രസ്താവനകൾ, ഇതിനെല്ലാം എതിരായിട്ട് ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. CPM സംസ്ഥാന സെക്രട്ടറി ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തിറക്കിയിരുന്നു, അതിൽ വെള്ളാപ്പള്ളി നടേശന്റെ പേര് പോലും പരാമർശിച്ചിട്ടുണ്ടായിരുന്നില്ല. പേര് പരാമർശം എന്നുള്ളത് വേറെ പ്രശ്നം. CPM ഇക്കാര്യത്തിൽ പ്രഖ്യാപിത നിലപാടുണ്ട്. ദിവസം അദ്ദേഹത്തെ ആദരിക്കുന്ന ചടങ്ങിൽ അദ്ദേഹത്തെ ആദരിച്ചത് അദ്ദേഹം SNDPയുടെ, അത് ചരിത്രപരമായി കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സംഘടനയാണ്. അതിൻ്റെ പ്രസിഡന്റ് എന്നുള്ള നിലക്ക്, സെക്രട്ടറി എന്ന നിലക്ക് അദ്ദേഹത്തിൻ്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് നൽകിയ ഒരു സ്വീകരണത്തിൽ മുഖ്യമന്ത്രി എന്ന നിലക്ക് സഖാവ് പിണറായി വിജയൻ പങ്കെടുക്കുക മാത്രമാണ് ചെയ്തത്. ഈ നവോത്ഥാന പാരമ്പര്യമുള്ള ഈ സംഘടനയെ ഈ വെള്ളാപ്പള്ളി നടേശൻ എന്താണ് ചെയ്യുന്നത്? ആ സംഘടനയെ മുൻനിർത്തി അദ്ദേഹം രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് ആ NDA കൊണ്ടേ കിട്ടിയിരിക്കുകയാണ്. എന്നിട്ട് അതേ നവോത്ഥാന സംഘടനയുടെ നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തെ ആദരിക്കുന്നു. അതിനർത്ഥം എന്താണ്? BDS ഒക്കെ ഉണ്ടാക്കി NDAയിൽ പോയി നന്നായി എന്ന് CPM അംഗീകാരം കൊടുക്കുകയാണ്. അല്ല, അത്തരം ലളിതോക്തികളിൽ നിന്ന് ഈ പോലുള്ള ഒരാൾക്ക് കൈകാര്യം ചെയ്യുക. SNDP യോഗം അതിൻ്റെ ചരിത്രപരമായ പങ്ക്, അത് ഇന്ന് കേരളത്തിൽ ഏതൊക്കെ താല്പര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു, അതൊക്കെ വളരെ കോംപ്ലിക്കേറ്റഡ് വിഷയമാണ്. BDS ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കറിയാം, ഒരു ഭാഗത്തത് ഹിന്ദുത്വ അനുകൂലമായ നിലപാടെടുക്കുന്നുണ്ട്, മറുഭാഗത്തത് നമ്മുടെ നവോത്ഥാനത്തിൻ്റെ പാരമ്പര്യത്തെ പിന്തുടരാൻ ശ്രമിക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ തന്നെ സങ്കീർണതകൾക്കകത്ത് ലളിതമായ രീതിയിൽ ഉത്തരവും, ലളിതമായ രീതിയിലുള്ള തള്ളിപ്പറയലും, ലളിതമായ രീതിയിലുള്ള സ്വീകരിക്കലുമൊന്നും CPM പോലുള്ളൊരു പാർട്ടിക്ക് സാധ്യമല്ല. CPM അതിൻ്റെ സമഗ്രതയിൽ കണ്ട് നിലപാട് സ്വീകരിക്കും. ഒരു കാരണവശാലും വർഗീയ വിദ്വേഷ പ്രചരണം നടത്തുന്ന ഒരു വെള്ളാപ്പള്ളിയോടും ഒരു സമുദായ നേതാവിനോടും ഒരു വിട്ടുവീഴ്ചയും CPM ഒരു കാലത്തും ചെയ്യില്ല, ചെയ്തിട്ടുമില്ല. ശരി, ഒറ്റ കാര്യം കൂടി ചോദിച്ചോട്ടെ. ഇപ്പോൾ അടിത്തറ ഇളകിയിട്ടില്ല എന്ന് ഗോവിന്ദ മാസ്റ്റർ വിശദീകരിക്കുമ്പോൾ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPMന്റെ അടിസ്ഥാന വോട്ടുകൾ BJPയിലേക്ക് ഒഴുകിപ്പോയി എന്നൊരു കണ്ടെത്തൽ പാർട്ടി നടത്തിയതായി വാർത്തകളിൽ കണ്ടിരുന്നു. അങ്ങനെ കണ്ടെത്തൽ നടത്തിയെങ്കിൽ ആ കണ്ടെത്തൽ പാർട്ടി കീഴ്ഘടകങ്ങളിലേക്ക് നിങ്ങൾ റിപ്പോർട്ട് ചെയ്തോ? അത് തടയാൻ ആവശ്യമായ നടപടി സ്വീകരിച്ചോ? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ കുറി നിങ്ങൾക്ക് വോട്ട് കൂടുകയാണോ, വോട്ട് പെർസെൻറ്റേജ് കൂടുകയാണോ കുറയുകയാണോ ചെയ്തത്? ഇല്ല, ഈ തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിൽ നടന്നിട്ടുള്ള ഇടതുപക്ഷത്തിന് അനുകൂലവും പ്രതികൂലവുമായി വന്ന എന്തൊക്കെ കാര്യങ്ങളാണെന്ന് നമ്മൾ സൂക്ഷ്മതലത്തിൽ തന്നെ പരിശോധിക്കേണ്ട കാര്യമാണ്. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായിട്ട് തന്നെ സംസ്ഥാന സെക്രട്ടറി ഇന്നത്തെ പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് 41 സീറ്റുകളാണ് അജിംസെ BJP ജയിച്ചിരിക്കുന്നത്. ആ 41 സീറ്റുകളിലും 3-ാം സ്ഥാനത്താണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അതുമാത്രമല്ല, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ MP ആണ്
അതിൻ്റെ AICC അംഗമാണ് ശശി തരൂർ. ആ ശശി തരൂർ തിരുവനന്തപുരത്ത് BJPയുടെ വിജയത്തെ അഭിനന്ദിച്ചിരിക്കുകയാണ്. ആ അഭിനന്ദനം നടത്തിയ ദേശീയ നേതാവിനെതിരായി നിലപാട് പറയാതെ CPM-നെതിരായിട്ട് KC വേണുഗോപാലും VD സതീശനും നമ്മുടെ സണ്ണി ജോസഫൊക്കെ പറയുന്നതിൻ്റെ നിരർത്ഥകത, പരിഹാസ്യത എന്താ നിങ്ങൾ ചർച്ച ചെയ്യാത്തത്? എന്തുകൊണ്ടാണ് തിരുവനന്തപുരത്ത് 41 സീറ്റുകളിൽ BJP ജയിക്കുമോ ആ 41 സീറ്റുകളിലും കോൺഗ്രസ് പാർട്ടി നേതൃത്വം നൽകുന്ന UDF പിറകോട്ട് പോയിരിക്കുന്നത്? അതിൽ 25ഓളം സീറ്റുകളിൽ അജിംസെ 60 വോട്ടിന് താഴേക്കാണ് ഇടതുപക്ഷം തോറ്റിരിക്കുന്നത്, ഇടതുപക്ഷത്തിന് സീറ്റ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ആരാണ് കൂട്ടുകച്ചവടം നടത്തിയത്? ആരാണ് സംഘപരിവാറിൻ്റെ അജണ്ടയിൽ കളിക്കുന്നത്? ഈ കാര്യങ്ങൾ വസ്തുതാപരമായി ചർച്ച ചെയ്യുന്നതിന് പകരം തിരുവനന്തപുരത്തും കേരളത്തിലാകെയും ഇടതുപക്ഷത്തിൻ്റെ വോട്ട് ബാങ്കുകൾ ചോർന്നു എന്നാണോ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ഈ സമയത്ത്? ഇടതുപക്ഷ ഇക്കാര്യത്തെക്കുറിച്ച് വളരെ വിജിലൻ്റാണ്. ആ ചോദ്യം നമുക്ക് ജിൻഡോട് ചോദിക്കാം. എൻ്റെ ചോദ്യത്തിൻ്റെ ഉദ്ദേശം ഇതാണ്: കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ വോട്ട് പെർസെൻറ്റേജ് കുറഞ്ഞോ? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ വോട്ട് ചോർന്നു എന്ന് നിങ്ങൾ കണ്ടെത്തിയോ? കണ്ടെത്തിയെങ്കിൽ അത് തടയാനുള്ള നടപടി സ്വീകരിച്ചോ? ഞങ്ങളത് ഒരു പ്രക്രിയ എന്നുള്ളതൊക്കെ എൻ്റെ സംഘടന ഹിന്ദുത്വ പൊതുബോധം എന്ന് പറയുന്ന രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രപരവുമായിട്ട് നമ്മുടെ സാമൂഹ്യ പൊതുബോധത്തെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്ന ഒന്നാണ്. അതിനെതിരായിട്ടൊരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത സ്ത്രീകളാണ് ഞങ്ങൾ എല്ലാ തലങ്ങളിലും. കോൺഗ്രസിനെ പോലെ ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ മാത്രം അഡ്ജസ്റ്റ്മെൻറ്റ് കളിക്കുന്ന ആൾക്കാരല്ല. മുസ്ലിം സമുദായത്തെ പ്രീണിപ്പിക്കാൻ വേണ്ടി ഹിന്ദുത്വ വിരുദ്ധതയും ഹിന്ദു സമുദായത്തിലെ ഭൂരിപക്ഷത്തെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് മുസ്ലിം വിരുദ്ധതയും തരം പോലെ ഇറക്കുന്ന ആളുകളല്ല. ഞങ്ങൾ തത്വാധിഷ്ഠിതമായ നിലപാട് സ്വീകരിക്കുന്ന ആൾക്കാരാണ്. കേരളത്തിലെ ഞങ്ങൾക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ലഭ്യമാകുന്ന വോട്ടുകളിലുണ്ടായ ചോർച്ച ഞങ്ങൾ പരിശോധിക്കുകയും ആ രീതിയിൽ ഞങ്ങൾ വളരെ കൃത്യമായ ഇടപെടലുകൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ കോഴിക്കോട് കുതിരവട്ടം ഉൾപ്പെടെയുള്ള വാർഡുകൾ പരിശോധിച്ചാൽ അജിംസിന് അത് മനസ്സിലാകും. തിരുവനന്തപുരത്ത് മാത്രമല്ല, BJP ജയിച്ച കുതിരവട്ടം വാർഡ് നോക്ക് നിങ്ങൾ. ഹിന്ദുത്വ രാഷ്ട്രീയം കേരളത്തിൽ പയറ്റുന്ന വിദ്വേഷ രാഷ്ട്രീയത്തിനെതിരെ CPM-ന്റെ തത്വാധിഷ്ഠിത നിലപാട് ഞാൻ 1-2 കാര്യം ചോദിക്കട്ടെ. കേരളത്തിൽ നാർക്കോട്ടിക് ജിഹാദ് എന്ന് പറഞ്ഞ പാലാ ബിഷപ്പിനെ പോയി കണ്ട അദ്ദേഹത്തെ അഭിനന്ദിച്ച മന്ത്രി VN വാസവനാണ്. വെള്ളാപ്പള്ളി നടേശൻ ഈ 2025 മാത്രം എണ്ണിയാലൊടുങ്ങാത്ത വിദ്വേഷ പ്രസംഗം നടത്തി. അദ്ദേഹത്തെ സ്റ്റേറ്റ് കാറിൽ കയറ്റിക്കൊണ്ടുവന്ന് അയ്യപ്പ സംഗമത്തിന് കൊണ്ടുവന്ന മന്ത്രി പിണറായി വിജയനാണ്. അദ്ദേഹത്തെ ആദരിക്കാൻ മന്ത്രിമാർ ക്യൂ നിന്നു. അതിൽ കോൺഗ്രസ്സുകാരും ഉണ്ടായിരുന്നു, അത് സമ്മതിക്കുന്നു. അപ്പോൾ ഒരു ഭരണകൂടം എന്ന നിലയിൽ, ഭരിക്കുന്ന പാർട്ടി എന്ന നിലയിൽ ഈ വിദ്വേഷ പ്രചാരണത്തെ പിന്തുണയ്ക്കുന്ന ഒരു മുന്നണിയാണ് നിങ്ങൾ എന്ന് ആരെങ്കിലും ആരോപിച്ചാൽ അത് തള്ളുന്നത് എങ്ങനെയാണ്? അല്ല, അതാണ് ഈ സത്യാനന്തര കാലത്തെ ഒരു മാധ്യമ പ്രചാരണം എന്ന് പറയുന്നത്. പിണറായി വിജയൻ്റെ കാറിൽ ഒരു അയ്യപ്പ സംഗമത്തിൽ ഒരു ചടങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള യാത്രക്കിടയിൽ ഏതെങ്കിലും ഒരു സമുദായ നേതാവ് കയറിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന സമുദായ രാഷ്ട്രീയത്തെയും അപരമത വിദ്വേഷത്തെയും ഒക്കെ പിണറായി വിജയൻ പിന്തുണക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ അതിനെ ലളിതവൽക്കരിച്ച് കാണാൻ പറ്റില്ല. ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ ഉറച്ച ഒരു വിട്ടുവീഴ്ച. വെള്ളാപ്പള്ളി നടേശനെ പേരെടുത്ത് പരാമർശിച്ചുകൊണ്ട് അദ്ദേഹത്തെ കേരള തൊഗാടി എന്ന് വിളിച്ച പിണറായി വിജയന് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ നിങ്ങൾ ഈ സൈസ് വിഷം ഒഴുക്കരുത് എന്നൊരു വാക്ക് പറഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്നത് കാണാമായിരുന്നു. KT കുഞ്ഞിക്കണ്ണനേതായാലും അയ്യപ്പ സംഗമത്തിന് അദ്ദേഹത്തിന്റെ കാറിൽ കയറിപ്പാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കുറഞ്ഞ പക്ഷം സുരക്ഷ കണക്കിലെടുത്തെങ്കിലും. അല്ല, ഒരു കാർ കയറിയത് അല്ലെങ്കിൽ കാറിൽ കയറാത്തതോ അല്ല വിഷയം. CPM എന്ന് പറയുന്ന പാർട്ടി അത് കേരളത്തിലെ ഏറ്റവും വലിയ ബഹുജന പാർട്ടിയാണ്. ആ ബഹുജന പാർട്ടിയുടെ നേതൃത്വം വെള്ളാപ്പള്ളി നടേശൻ മാത്രമല്ല, കേരളത്തിൽ ആര് വിദ്വേഷ പ്രസ്താവന നടത്തിയാലും വിദ്വേഷ പ്രചരണം നടത്തിയാലും അതിനെതിരായിട്ടുള്ള ശക്തമായ നിലപാട് സ്വീകരിച്ച് അത്തരം വിദ്വേഷ പ്രചാരണങ്ങളെ എല്ലാ തലങ്ങളിലും പ്രതിരോധിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. ആ കാര്യത്തിൽ അജിംസിന് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അജിംസ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയുടെ പ്രശ്നം മാത്രമാണ്. അജിംസിന് അറിയാം കേരളത്തിൽ ഇത്തരം ഉദാഹരണങ്ങൾ ചോദിച്ചതിന്റെ സംശയം തന്നെയാണ്. അതിന് മറുപടി ഉണ്ടായിട്ടില്ല. മറുപടിയുണ്ട്. പാലാ ബിഷപ്പും വെള്ളാപ്പള്ളി അല്ല, പാലാ ബിഷപ്പിനോട് വാസവൻ അവിടെ അരമനയിൽ പോയി അദ്ദേഹത്തെ കണ്ടതോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി സഞ്ചരിക്കുന്ന കാറിൽ ഇദ്ദേഹം യാത്രാമധ്യേ കയറിയതും ഒന്നും ഒരു പ്രസ്ഥാനത്തിൻ്റെ ഒരു പാർട്ടിയുടെ നിലപാടായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. പാർട്ടിയുടെ നിലപാട് സംസ്ഥാന സെക്രട്ടറിയുടെ പ്രസ്താവന, അതിൽ വെള്ളാപ്പള്ളി നടേശൻ എന്ന പേരില്ല. എന്തുകൊണ്ട്? അല്ല, സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൃത്യമായി പറഞ്ഞല്ലോ, വിദ്വേഷ പ്രചരണം ആര് നടത്തിയാലും അതിനെ നമ്മൾ അനുകൂലിക്കുന്നില്ല. നമ്മൾ അതിൻ്റെ കൂടെ നിൽക്കില്ല. അത്തരം ആളുകളെ ഒരു വിട്ടുവീഴ്ചയില്ലാതെ നടത്തിയത് അല്ല, വെള്ളാപ്പള്ളി നടേശന് വിദ്വേഷ പ്രചരണം നടത്തിയ എല്ലാ ഘട്ടങ്ങളിലും CPM-ന് ഈ സംസ്ഥാനത്ത് വിദ്വേഷവും വർഗീയതയും പറയുന്ന കുറേ ആളുകളുണ്ടെന്ന് CPM-ന് ആരോപണമുണ്ട്. അതിൽ പല ആളുകളുണ്ട്. അതിൽ ആരെക്കുറിച്ചാണ് നിങ്ങൾ പറഞ്ഞത്? അല്ല, വിദ്വേഷവും പ്രചരണവും ഒക്കെ കേരളത്തിൽ എല്ലാ മത മൗലികവാദ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് പല സംഘടനകളും അതിൻ്റെ നേതാക്കളും പറയുന്നുണ്ട്. അപ്പോൾ ഒരു നേതാവ് പറയുന്നത് ആ സംഘടനയുടെ തന്നെ ചിലപ്പോൾ നിലപാട്. വെള്ളാപ്പള്ളി നടേശൻ മതമൗലികവാദ നിലപാടുള്ള നേതാവാണോ? ആര്? വെള്ളാപ്പള്ളി നടേശൻ വെള്ളാപ്പള്ളി നടേശൻ
കേരളത്തിലെ ഏറ്റവും വലിയ നവോത്ഥാന ചരിത്രവുമായി ബന്ധപ്പെട്ട ഒരു സംഘടനയുടെ ഇന്നത്തെ നേതാവാണ്. ആ പ്രസ്താവന ആർക്കെതിരെയാണ്? വെള്ളാപ്പള്ളിക്കെതിരല്ല, മതമൗലികവാദികൾക്കെതിരെയാണ്. ഈ മതമൗലികവാദം എന്ന് പറയുന്നത് എന്താണ്? മതമൗലികവാദം അല്ലെങ്കിൽ റേസിസം എന്നൊക്കെ പറയുന്നത് എന്റെ അജിംസെ, നിങ്ങൾ വെറുതെ ഇങ്ങനെ എന്താണ് ചില സ്റ്റേറ്റ്മെന്റുകൾ നടത്തിയിട്ട് അങ്ങനെ രക്ഷപ്പെട്ട് കളിയാൻ നോക്കണ്ട. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്തരം ലളിതോക്തികളാണോ വളരെ സങ്കീർണമായ സാമൂഹ്യ പ്രശ്നങ്ങൾക്കുള്ള ഉത്തരം? ആ കാര്യത്തിൽ CPM പോലൊരു പാർട്ടി സങ്കീർണമായ സാമൂഹ്യ പ്രശ്നമല്ല. മിസ്റ്റർ കേരള തൊഗാഡിയ എന്ന് 10 വർഷം മുമ്പ് പറഞ്ഞ പിണറായി വിജയന് ഇപ്പോൾ പറയാൻ കഴിയുന്നില്ലെങ്കിൽ സങ്കീർണത സാമൂഹ്യ പ്രശ്നങ്ങൾക്കല്ല, നിങ്ങളുടെ പാർട്ടിക്കാണ്. എല്ലാ അജിംസെ, CPM എന്ന് പറയുന്ന പാർട്ടി 10 വർഷം മുമ്പ് എടുക്കുന്ന നിലപാടും ഇന്നെടുക്കുന്ന നിലപാടും അതിനൊരു തുടർച്ചയുണ്ട്. ഇന്ത്യ രാജ്യത്ത് ആരൊക്കെ സംഘപരിവാറിനെ സപ്പോർട്ട് ചെയ്യുന്നു ആ ഘട്ടങ്ങളിലെല്ലാം അതിശക്തമായ നിലപാട് ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. ഓരോ വിഷയത്തിലും ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. 2011 വെൽഫെയർ പാർട്ടിയുടെ രൂപീകരണ സമ്മേളനത്തിൽ RSSന്റെ പ്രതിനിധിയായിട്ടുള്ള BJPയുടെ നേതാവായിട്ടുള്ള ജെയിൻ പങ്കെടുത്തല്ലോ. നിങ്ങൾ അത് ചർച്ച ചെയ്യൂ. ഏത് ജെയിനാ? ജെയിൻ അല്ല, അത് കേൾക്കണമെങ്കിൽ അജിംസ് അത് മനസ്സിലാക്കണം. അജിംസ് ഇപ്പോ CPM എന്താണ് സംഘപരിവാറുമായിട്ട് സന്ധി ചെയ്യുന്ന, സംഘപരിവാറും CPM തമ്മിലുള്ള ഒരു പാലമാണ്. വെള്ളാപ്പള്ളി വരുത്തി തീർക്കാനുള്ള ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. ആ നരേഷൻ ശരിയല്ല. CPMന്റെ മുഖ്യമന്ത്രി സഞ്ചരിക്കുന്ന കാറിൽ വെള്ളാപ്പള്ളി ഏതെങ്കിലും ഒരാള് ഏതെങ്കിലും ഒരു കാലത്ത് അരമനയിൽ പോയാലോ അതൊക്കെ CPMന്റെ പ്രഖ്യാപിത നിലപാടായിട്ട് വ്യാഖ്യാനിക്കരുത്. പ്രഖ്യാപിത നിലപാടിനെ കുറിച്ചാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പ്രഖ്യാപിത നിലപാട് പ്രസ്താവനയെ കുറിച്ചാണ് ഞാൻ കൂടി ചോദിച്ചത്. അതിൽ എന്തുകൊണ്ട് വെള്ളാപ്പള്ളി നടേശന്റെ പേര് വന്നില്ല എന്ന ചോദ്യം മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ. അല്ല അജിംസെ, എന്നെ പറയാൻ സമ്മതിക്കുന്നു. അജിംസെ ഒറ്റപ്പെട്ട ഏതെങ്കിലും ഒരു സംഭവത്തെയോ ഒരു ഇൻസിഡന്റിനെയോ മാത്രം എടുത്തുകൊണ്ട് അതൊരു പാർട്ടിയുടെ പ്രസ്ഥാനത്തിന്റെ നിലപാടാണെന്ന് വരുത്തുന്ന ശരിയല്ല. ഒറ്റപ്പെട്ട പ്രസ്താവനയായി ഞാൻ മുഖവിലേക്ക് എടുക്കുകയാണ്. ശ്രീ ജിൻഡോ ജോൺ, ഇന്ന് പാർട്ടി തോറ്റതിനെ കുറിച്ചുള്ള CPM സംസ്ഥാന തോൽവി അംഗീകരിച്ചിട്ടില്ല. തോറ്റു എന്ന് തെരഞ്ഞെടുപ്പിന്റെ കൗണ്ടിങ്ങിന്റെ ദിവസം പറഞ്ഞെങ്കിലും ഇന്ന് പറഞ്ഞ അടിത്തറ തകർന്നിട്ടില്ല, അങ്ങനെ ഒരു തിരിച്ചടി ഉണ്ടായിട്ടില്ല. ഈ പറയുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങൾ ശബരിമല സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെ വെള്ളാപ്പള്ളി നടേശൻ ഉൾപ്പെടെ ഒന്നും ബാധിച്ചിട്ടില്ല എന്നാണ് ഗോവിന്ദ മാസ്റ്റർ പറയുന്നത്. എന്തുകൊണ്ടായിരിക്കാം ഇതിന്റെ ഒരു സത്യസന്ധമായി എന്താണ് സംഭവിച്ചതെന്ന് വിലയിരുത്താൻ സംസ്ഥാന സെക്രട്ടറിന് കഴിയാതെ പോയത്? അല്ല അജിംസൈ, എൻ്റെ ഒരു റിക്വസ്റ്റ് ഉണ്ട് CPMന്റെ നേതാക്കന്മാരോടും സംസ്ഥാന സെക്രട്ടറി മുതൽ അവരുടെ പാർട്ടിയുടെ പ്രതിനിധികളായിട്ട് ചാനൽ ചർച്ചയ്ക്ക് വരുന്ന ആളുകളോട് മുഴുവൻ നിങ്ങൾ ഇത്തരത്തിലുള്ള ന്യായീകരണങ്ങൾ കുറച്ച് ഉറക്കെ സംസാരിക്കും, ഞാൻ കേൾക്കുന്നില്ല, എന്റെ കുഴപ്പമാണെന്ന് അറിയില്ല. കാരണം നിങ്ങൾ തുടരുമ്പോഴാണ് നിങ്ങളിങ്ങനെ തുടരും. കേൾക്കാവോ? ഹലോ, കേൾക്കാവോ? കേൾക്കാം. എൻ്റെ ഒരു അഭ്യർത്ഥനയാണ് CPMന്റെ സംസ്ഥാന സെക്രട്ടറി മുതൽ ചാനൽ ചർച്ചയ്ക്ക് വരുന്ന പ്രതിനിധികൾ വരെയുള്ള മുഴുവൻ ആളുകളും ഇതുപോലെ തന്നെ നിങ്ങൾ ന്യായീകരിച്ചു കൊണ്ടുപോകണം. കാരണം അത് മറ്റു ആളുകൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കുറെ കൂടി എളുപ്പം കിട്ടും. എന്തുകൊണ്ട് തോറ്റു എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ പറയുന്നത് ശബരിമല വിഷയം ഏറ്റിട്ടില്ല, സാധാരണക്കാരെ വിധിക്കുന്ന വിഷയം ഏറ്റിട്ടില്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ തോറ്റു? 9.5 കൊല്ലക്കാലമായി കേരളം ഭരിക്കുന്ന പിണറായി വിജയന്റെ സർക്കാർ, ഈ സർക്കാരിന്റെ വിലയിരുത്തലാണ് ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് എന്ന് പറയാൻ ഞങ്ങൾ വെല്ലുവിളിച്ചിട്ടും അത് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടായില്ല. കാരണം നിങ്ങൾക്ക് തോക്കുമെന്നറിയാം. തോറ്റിട്ടും തോറ്റതിന്റെ കാരണങ്ങൾ പറയുന്നത് വർഗീയ ശക്തികൾ കൂട്ടുകൂടിയെന്നാണ്. അപ്പോൾ CPMനെ പോലെ LDFനെ പോലെ ഒരു മുന്നണിയെയും CPMനെ പോലെ ഒരു പാർട്ടിയെയും തോൽപ്പിക്കാവുന്ന രീതിയിൽ കേരളത്തിൽ വർഗീയ ശക്തികൾ വളർന്നിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന്റെ തികഞ്ഞ പരാജയമാണ് അതിന് കാരണം. അത് നിങ്ങൾ അംഗീകരിക്കോ? ഏതെങ്കിലും ഒരു കാര്യം കൊണ്ട് നിങ്ങൾ പരാജയപ്പെട്ടു എന്ന് അംഗീകരിക്കോ? ഒരു കാര്യമുണ്ട് അജിംസെ, സാധാരണക്കാരെ മുതൽ ശബരിമല ശാസ്താവിനെ വരെ കൊള്ളയടിച്ച ഒരു സർക്കാരിന്റെ പാർട്ടിയുടെ പ്രതിനിധികൾക്ക് വോട്ട് കൊടുക്കേണ്ടെന്ന് ജനങ്ങൾ തീരുമാനിച്ചു. ഈ 5 വട്ടം കറണ്ട് ചാർജ് വർദ്ധിപ്പിച്ചു, വെള്ളക്കരം വർദ്ധിപ്പിച്ചു, വീട്ടുകാരം വർദ്ധിപ്പിച്ചു, സകലമാന ഫീസുകളും വർദ്ധിപ്പിച്ചു. ഈ രാജ്യത്തെ ഏറ്റവും വലിയ വിലക്കയറ്റം കേരളത്തിലുണ്ട്. സാധാരണ മനുഷ്യരെ ബാധിക്കുന്ന ഒരു പ്രശ്നങ്ങളെ ഇവർ അഡ്രസ് ചെയ്തിട്ടില്ല. ഇവർ പൗരപ്രമുഖന്മാരെ തീറ്റിപ്പൊറ്റുന്ന തിരക്കിലായിരുന്നപ്പോൾ പൗരന്മാർ ഇവരെ തെരഞ്ഞു പിടിച്ചു തോൽപ്പിച്ചതാ കാണുന്നത്. വോട്ട് ശതമാനം എടുത്തു നോക്കിക്കോട്ടെ, തോറ്റ സീറ്റുകളുടെ എണ്ണം എടുത്തു നോക്കിക്കോട്ടെ, CPM എന്ന് പറഞ്ഞ പാർട്ടി വലിയ പരാജയത്തിലേക്ക് പോകുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇവർ തോറ്റപ്പോൾ ഇവർ പറഞ്ഞത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പാറ്റേൺ മറ്റൊന്നാണ്, തദ്ദേശം വരട്ടെ കാണിച്ചു തരാമെന്ന. തദ്ദേശം വന്നപ്പോൾ പറയുന്നു ഇത് വേറൊരു പാറ്റേൺ ആണെന്ന്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റപ്പോൾ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് ഈഴവരുടെ വോട്ട് കിട്ടിയില്ല, ക്രൈസ്തവരുടെ വോട്ട് കിട്ടിയില്ല, മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ വോട്ട് കിട്ടിയില്ല, ഇതൊക്കെ പറഞ്ഞു. മനുഷ്യന്മാരുടെ വോട്ട് എന്തുകൊണ്ട് ഇവർക്ക് കിട്ടാത്തെന്ന് ഇവർ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ?
കാരണം പിണറായി വിജയന്റെ സർക്കാരിന്റെ നയപരിപാടികളാണ്. ഇവിടെ പറയുന്ന വിശ്വാസപരമായിട്ടുള്ള പ്രശ്നത്തിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയത്തെ പാരഡി ഗാനത്തോടെ അവതരിപ്പിച്ചത് എന്തോ മഹത്തായ തെറ്റെന്ന ഈ കെ ടി കുഞ്ഞിക്കണ്ണൻ പറയുന്നത്. പ്രിയപ്പെട്ട സഖാവേ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ശബരിമല ശാസ്താവിന്റെ ഓർക്കണം. ഇന്ന് ഗോവിന്ദ മാസ്റ്റർ പറയുന്ന കാര്യം, ഞങ്ങളുടെ അടിത്തറ തകർന്നിട്ടില്ല, ഞങ്ങൾ വോട്ട് തിരുവനന്തപുരത്ത് പോലും ഞങ്ങൾക്ക് വോട്ട് കൂടുകയാണ് ചെയ്തത്. അപ്പോൾ തിരുവനന്തപുരത്ത് ഒരു ഉദാഹരണം വെച്ച് ഗോവിന്ദ മാസ്റ്റർ പറയുന്നത് നോക്കുക, BJP ജയിച്ച എല്ലാ വാർഡുകളിലും UDF 3ാം സ്ഥാനത്താണ്. അപ്പോൾ ഇന്ന് മൊത്തം കേരളത്തിലെ മൊത്തം ഒരു അവസ്ഥ എടുത്ത് നോക്കുകയാണെങ്കിൽ BJPക്ക് അങ്ങനെ കാര്യമായ നേട്ടം തിരുവനന്തപുരത്ത് ഒഴികെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അവരുടെ ഉണ്ടായിരുന്ന ജില്ലാ പഞ്ചായത്ത് പോകുന്നു, അവരുടെ മുനിസിപ്പാലിറ്റി പന്തളത്ത് പോകുന്നു, അങ്ങനെ പോകുന്ന അടുത്തൊക്കെ UDFന് നേട്ടമായിട്ടുണ്ട്. അപ്പോൾ ഗോവിന്ദ മാസ്റ്റർ പറയാൻ ശ്രമിക്കുന്നത് ഒരു ധാരണയുണ്ട്, തിരുവനന്തപുരത്തുള്ളതുപോലെ ഒരു ധാരണയുണ്ട് എന്നാണ്. അല്ല അജിംസെ, ഗോവിന്ദമാഷ് അങ്ങനെയൊക്കെ പറഞ്ഞോട്ടെ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. മണ്ണാർക്കാട് കുന്തിപ്പുഴയിലുള്ള LDFന്റെ സ്ഥാനാർത്ഥിക്ക് ഒരു വോട്ട് മാത്രമാണ്. ആ ഒരു വോട്ട് ചെയ്ത സഖാവിനെ പാർട്ടി നടപടിയെടുക്കാൻ പോവുക. അത് എന്തുകൊണ്ടാണ്? അപ്പം ഞാൻ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, എന്തുകൊണ്ട് ഇവരുടെ വോട്ട് പോയി എന്ന് ചോദിക്കുമ്പോൾ അടിത്തറ തകർന്നിട്ടില്ല എന്ന് പറയാം. ശബരിമല ശാസ്താവിന്റെ സന്നിധാനത്തെ അടിത്തറ പോലും ഇവർ കയറ് കെട്ടി വലിച്ചു കൊണ്ടുപോകാനുള്ള ശ്രമം ഉണ്ടെന്ന് നാട്ടുകാർക്ക് തോന്നിയപ്പോഴാണ് ഈ പാർട്ടിക്ക് ഇത്രയും കോട്ടം സംഭവിക്കുന്നത്. ഇവരുടെ അടിത്തറ തകർന്നിട്ടില്ലെന്ന് ഇവർ ഇനിയും പറയണം. അപ്പോൾ പാട്ടുണ്ടാക്കിയതാണ് ഇവരുടെ പ്രധാനപ്പെട്ട പ്രശ്നം. SITയെ ഇവർക്ക് വിശ്വാസമാണോ, കോടതിയെ വിശ്വാസമാണെന്ന് ഞാൻ ചോദിക്കുക. CPMന്റെ ഉന്നത നേതാക്കന്മാർ, ജില്ലാ കമ്മിറ്റി അംഗം, മുൻ MLA അടക്കമുള്ള ആളുകൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ജയിലിൽ പോയത് എന്തിന്റെ പേരിലാണ്? ശബരിമല ശാസ്താവിന്റെ സ്വർണം കട്ട കേസിലാണ്. ഇവർ ഒന്നുകിൽ പറയണം SITയെയും കോടതിയും ഞങ്ങൾക്ക് വിശ്വാസമാണ്, ഈ സഖാക്കന്മാരെ പുറത്താക്കണം, അല്ലെങ്കിൽ സംഘടനാപരമായി നടപടിയെടുക്കണ്ടേ. അല്ലെങ്കിൽ ഇവർ പറയണം SITയെയും കോടതിയും ഞങ്ങൾക്ക് വിശ്വാസമല്ല, ഈ സ്വർണം കക്കാൻ ഒത്താശ ചെയ്ത സ്വർണം കട്ട സഖാക്കന്മാരെയാണ് വിശ്വാസമെന്ന്. ഏതെങ്കിലും ഒരു അഭിപ്രായം വേണ്ട അജീബ്? രണ്ട് അഭിപ്രായം പറയാതെ കുറ്റപത്രം കൊടുക്കട്ടെ, ശിക്ഷിച്ചിട്ടില്ലല്ലോ എന്നൊക്കെയാണ് നിലപാട്. ഇനി അതവിടെ നിൽക്കട്ടെ. ഇനി ഒരു കാര്യം കൂടി ഇവർ പറയുന്നുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ, കുഞ്ഞിക്കണ്ണൻ മാഷ് വലിയ പ്രയാസപ്പെടുകയാണ് ന്യായീകരിക്കാൻ. വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അഭിപ്രായം പറയാൻ CPMന്റെ സംസ്ഥാന ഭാരവാഹികൾക്കും സെക്രട്ടറിക്കും പിണറായി വിജയനും പോളിറ്റ് ബ്യൂറോ മെമ്പർമാർക്കും പറ്റുന്നില്ല. പണ്ട് കേരള തൊഗാഡിയ എന്ന് വിളിച്ച പിണറായി വിജയന് ഇന്ന് വെള്ളാപ്പള്ളിയെ കാണുമ്പോൾ നാവ് തളർന്ന് വിധേയത്വത്തിലിരിക്കുക. അതിന് കുഞ്ഞിക്കണ്ണൻ മാഷ് പറഞ്ഞത് സങ്കീർണ രാഷ്ട്രീയ സാമൂഹ്യ പ്രശ്നമെന്ന്. അതിന്റെ അർത്ഥം അടിമ സമാനമായ വിധേയത്വം എന്നാണ്. വെള്ളാപ്പള്ളി നടേശൻ ഇന്ന് കേരളത്തിലെ പല വർഗീയവാദികളിൽ മുന്നിൽ നിൽക്കുന്ന ഒരു വർഗീയവാദി തന്നെയാണ്. മലപ്പുറത്തെ മുസ്ലിങ്ങൾ മോശക്കാരാണെന്ന്, കോട്ടയത്തെ ക്രിസ്ത്യാനികൾ മോശക്കാരാണെന്നൊക്കെ പറഞ്ഞ വെള്ളാപ്പള്ളി നടേശനെ ചുമന്നു കൊണ്ടുപോയി കേരളത്തിന്റെ 1ാം നമ്പർ കാറിൽ കൈപിടിച്ച് ആ ആഗോള അയ്യപ്പ സംഗമത്തിൽ കൊണ്ടുപോയി. നിങ്ങൾ വെള്ളാപ്പള്ളി വർഗീയവാദിയാണെന്ന് നിങ്ങളുടെ UDF കൺവീനറെ കൊണ്ട് നിങ്ങൾക്ക് പറയിക്കാൻ കഴിയില്ല. അദ്ദേഹത്തെ ആദരിക്കുന്ന ചടങ്ങിൽ നിങ്ങളുടെ ആളുകളും ഉണ്ടായിരുന്നു, MLAമാരും MLAമാരും MP മാരും. അല്ല അജിംസെ, അതിലൊരു കാര്യമുണ്ട്. വെള്ളാപ്പള്ളിയെ കൊണ്ടുപോയി മലപ്പുറത്തെ മോശമാക്കി ചിത്രീകരിച്ച മലപ്പുറം ജില്ലയിൽ പ്രതിപക്ഷമില്ലാത്ത രീതിയിൽ CPMഉം LDFും തകർന്നതിന്റെ കാരണം എന്താണെന്ന് പരിശോധിക്കണം. അടിത്തറ തകർന്നിട്ടില്ലെന്ന് പറഞ്ഞേ. ഇനി വെള്ളാപ്പള്ളി വർഗീയവാദമാണോ പറയുന്നത് എന്ന് സംശയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് എന്തൊക്കെ കുഴപ്പമുണ്ട്? കേരളത്തിലെ പൊതു മനസാക്ഷി കൃത്യമായിട്ട് അറിയാം. വെള്ളാപ്പള്ളി നടേശൻ ഇരിക്കുന്ന സ്ഥാനം അത് SNDP ജനറൽ സെക്രട്ടറിയുടെ സ്ഥാനമാണ്. അതൊരു മഹത്തായ സ്ഥാനമാണ്. അത് ഒരുപാട് മഹാരഥന്മാരിരുന്ന സ്ഥാനമാണ്. ഒരാൾ മഹാരഥന്മാരിരുന്ന സ്ഥാനത്തിരുന്നത് കൊണ്ട് അയാൾ മഹാരഥനാകും എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല. ആ വ്യക്തി എടുക്കുന്ന നിലപാടുകൾ അത് വർഗീയമാണെങ്കിൽ വർഗീയമാണെന്ന് തുറന്നു പറയാനുള്ള ആർജവം ഉണ്ടാവണം. പലരും പതിഞ്ഞു പറയുന്നുണ്ടാവും, ചിലർ പറയാതിരിക്കുന്നുണ്ടാവും. പക്ഷെ കോൺഗ്രസിന്റെ UDFന്റെ പ്രഖ്യാപിത നിലപാട് എന്താണെന്ന് കേരളത്തിൽ അധികം പേർക്ക് സംശയം ഉണ്ടാകാൻ കാര്യമില്ല. പിണറായി വിജയൻ 1ാം നമ്പർ സ്റ്റേറ്റ് കാറിൽ കൈപിടിച്ച് കയറ്റിയ വെള്ളാപ്പള്ളി നടേശൻ വർഗീയവാദമാണ് കേരളത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വർഗീയവാദം പറയുന്ന വെള്ളാപ്പള്ളി നടേശനെ പിന്തുണച്ചു കൊണ്ടുപോകുന്ന പിണറായി വിജയന് കേരളത്തിലെ മതേതര ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള മുഴുവൻ പൗരന്മാരും കൊടുത്ത മറുപടിയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട്. പൗരപ്രമുഖന്മാരെ അരച്ച അണ്ടിപ്പരിപ്പിൽ പുഴുങ്ങിയ ചിക്കൻ കറി കൂട്ടി പ്രാതൽ കൊടുക്കാൻ വേണ്ടി തിരക്ക് കൂട്ടുന്ന പിണറായി വിജയൻ പൗരപ്രമുഖന്മാരെ തീറ്റിപ്പോറ്റിയപ്പോൾ പൗരന്മാർ ഈ സർക്കാരിനെതിരായിട്ടുള്ള ജനവിധി രേഖപ്പെടുത്തിയതാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ കണ്ടത്. ഇവർ കുറെ ദിവസം മുമ്പ് ഞങ്ങളോട് ചോദിച്ചു, ഞങ്ങൾ 500-ലധികം സീറ്റുകളിൽ പഞ്ചായത്തുകളിൽ ഉണ്ടല്ലോ, നിങ്ങൾ 300-ലധികമല്ലേ ഉള്ളൂ. നേരെ തിരിഞ്ഞില്ലേ? 2010 ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന കേരള കോൺഗ്രസ് മാണി വിഭാഗം, ഗൗരിയമ്മയുടെ JSSന്റെ ഒരു വിഭാഗം, അതുപോലെ MVRന്റെ പാർട്ടിയുടെ ഒരു വിഭാഗം, ഇതൊക്കെ ഇന്ന് LDFിലുണ്ട്. എന്നിട്ട് പോലും UDF വലിയ വിജയം നേടിയിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ ഏത് പക്ഷത്താണെന്ന് ഇവർക്ക് തിരിച്ചറിവുണ്ടാവണം. ജനങ്ങളെ ഇവർ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നു. ഇവർ ഇപ്പോഴും വർഗീയവാദികളുടെ പുറകെ പോകുക. ഒരു കാര്യം കൂടി പറയട്ടെ, ഈ മണ്ണാർക്കാട് കുന്തിപ്പുഴയിലെ LDFന്റെ വോട്ട് എവിടെ പോയി എന്ന് പറയണ്ടേ കുഞ്ഞിക്കണ്ണൻ മാഷെ? അത് പറയണ്ടേ? നിങ്ങൾ കേരളത്തിൽ സൗകര്യം പോലെ പല സ്ഥലത്തും നിങ്ങൾ ഒത്താശ ചെയ്യുന്നു. പക്ഷെ ജനങ്ങളെ, സാധാരണക്കാരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നു. സാധാരണക്കാരുടെ ഏത് പ്രശ്നമാണ് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് നിങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ളത്? നിങ്ങൾ ചർച്ച ചെയ്തത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ജനങ്ങൾ ചിന്തിക്കുമെന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചു. ആ തെറ്റിദ്ധാരണ ജനങ്ങൾ തിരുത്തി തന്നാണ് ഈ തെരഞ്ഞെടുപ്പിലെ റിസൾട്ടിലൂടെ കാണാൻ കഴിഞ്ഞത്.
ശരി, ശ്രീ ദാമോദർ പ്രസാദ്, ഇന്നലെ ഡോക്ടർ തോമസ് ഐസക് ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ടിരുന്നു. അത് അദ്ദേഹം CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. ഈ കേന്ദ്ര കമ്മിറ്റി അംഗം എന്ന നിലയിൽ എന്ന് മാത്രമല്ല, അദ്ദേഹം ഒരു ബുദ്ധിജീവി കൂടിയാണ്, സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം പറയുന്ന 2 ചോദ്യങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ ഉന്നയിക്കുന്ന 2 ചോദ്യങ്ങളിൽ ഒന്ന്, ഇടത് ഹിന്ദുത്വ എന്ന ആഖ്യാനത്തിൽ ആരെങ്കിലും വഴിതെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ആ കാര്യത്തിൽ നമുക്ക് എന്തെങ്കിലും വീഴ്ചയുണ്ടായെന്ന് പരിശോധിക്കേണ്ടതെന്ന് അദ്ദേഹം ചോദിക്കുന്നു. മറ്റൊന്ന്, ഈ പറയുന്ന ഭരണവിരുദ്ധ വികാരം എന്ന പ്രതിപക്ഷാഖ്യാനത്തിൽ ജനം വീണുപോയോ എങ്കിൽ അവിടെ നമുക്ക് വീഴ്ചയുണ്ടോ? ഈ 2 കാര്യങ്ങൾ റെലവൻ്റ് ആണ്. അദ്ദേഹം ചോദിക്കുന്നതുകൊണ്ട് മാത്രമല്ല, അതൊരു ഒരു പോപ്പുലർ ആഖ്യാനം കൂടിയാണ് ഈ 2 കാര്യങ്ങളും. അപ്പോൾ അത് രണ്ടും തള്ളിക്കളയുകയാണ്. ഭരണവിരുദ്ധ വികാരമില്ല, ശബരിമല ബാധിച്ചിട്ടില്ല, വെള്ളാപ്പള്ളി നടേശനില്ല, ഇടത് ഹിന്ദുത്വ എന്ന പെർസെപ്ഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടാനുണ്ടായ സാഹചര്യങ്ങളില്ല, ഒന്നുമില്ല. ഇതൊരു തരം ഒട്ടകപക്ഷി നയമായി തോന്നുന്നുണ്ടോ? ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞു, തെരഞ്ഞെടുപ്പ് വിധി വന്നു, അതിനുശേഷം ഒരു ദിവസമായപ്പോൾ അതിന് വിശകലനം കിടക്കാണ്. കണക്കിൽ ആശ്വാസം കണ്ടെത്താം. കാര്യം നമ്മുടെ പാർലമെൻറ്റ് അധികാരമാണല്ലോ. അപ്പോൾ പാർലമെൻറ്റ് കയ്യിൽ കണക്ക് എന്ന് പറയുന്നത് സംബന്ധിച്ചോളം വോട്ട് ഷെയർ എത്ര കിട്ടിയെന്നൊക്കെ നോക്കുന്നത് സംഘടനാപരമായിട്ട് നിലനിൽപ്പുമായി ബന്ധപ്പെട്ട കാര്യമാണ്. പാർലമെൻറ്റ് അധികാരം എന്ന് പറയുന്നത് ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് എന്നാണ്. അപ്പോൾ അതാണ് അധികാരം നിലനിർത്തുന്ന അധികാരത്തിൽ വരിക എന്നുള്ളത് തന്നെയാണ് രാഷ്ട്രീയ പാർട്ടികളുടെ ഉദ്ദേശം. സംഘടനാപരമായിട്ട് അത് അതിജീവനം, പിന്നീട് അധികാരത്തിൽ നിന്ന് എത്ര അകന്നു പോകുന്നു അനുസരിച്ച് സംഘടന ദുർബലപ്പെടുകയും ചെയ്യും. അത് വേറൊരു ഒരു കഥയാണ്. പക്ഷേ അവിടെ എന്നോട് അജിംസ് ചോദിച്ച ചോദ്യം, പ്രധാനപ്പെട്ട ചോദ്യം, തോമസ് ഐസക്കിൻ്റെ പോസ്റ്റ് ഞാനും വായിച്ചിരുന്നു. ആ പോസ്റ്റ് ഇടത് ഹിന്ദുത്വം എന്നുള്ളത് ആരാണ് ഫ്രെയിം ചെയ്തെന്ന് എനിക്കറിയില്ല. പക്ഷേ അത് വ്യാപകമായി ചർച്ച ചെയ്യുന്നു. CPM-ൻ്റെ ഔദ്യോഗിക കേന്ദ്രങ്ങളിൽ നിന്ന് വന്നായിരിക്കില്ല. പക്ഷേ ഇന്നിപ്പോൾ CPM പ്രവർത്തിക്കുന്ന ഔദ്യോഗിക കേന്ദ്രങ്ങളിൽ നിന്ന് മാത്രമല്ല, CPM-ന് ധാരാളമായിട്ടുള്ള സോഷ്യൽ മീഡിയ ഉണ്ട്. കാര്യം പലപ്പോഴും CPM തള്ളിപ്പറയും, CPM ഔദ്യോഗിക നേതൃത്വം തള്ളിപ്പറയും സോഷ്യൽ മീഡിയയെ. അതേസമയം സോഷ്യൽ മീഡിയ ഒരുപാട് ന്യായീകരണ തൊഴിലാളികളുണ്ട്. ഈ ആശാ വർക്കർ സമരം ഇത്രമാത്രം സമൂഹത്തിൽ CPM-ന് അവമതിപ്പ് ഉണ്ടാക്കാൻ പ്രധാനപ്പെട്ട കാര്യം CPM നേതാക്കളുടെ വളരെ മോശപ്പെട്ട സംസാരത്തിനൊപ്പം തന്നെ ഈ സാമൂഹ്യം ഇതിൽ സ്വയം സെൽഫ് സ്റ്റൈൽ എന്ന് വിളിക്കും, സ്വയം പാർട്ടി ന്യായീകരണ തൊഴിലാളി വന്ന് ഇറങ്ങിയ ആൾക്കാർ കൂടിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഒരു ആഖ്യാനം ഈ തരത്തിലൊരു സാധനം സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് CPM ഉത്തരവാദിത്വം പറയേണ്ടി വരും. കാര്യം എന്താ പറയുക, ഔദ്യോഗികമായി ചെയ്തില്ലെങ്കിൽ അവരെ തള്ളിപ്പറ തിരുത്താനേ തയ്യാറാണ്. അപ്പോൾ എന്തായിരുന്നു ഇടത് ഹിന്ദുത്വം എന്ന് പറയുന്ന ആശയത്തിന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇവരെല്ലാവരും ആശ്രയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയമാണ്. അതായത് ഈ പാർലമെൻറ്റിന് ശേഷം ഈ പാലസ്റ്റീൻ തുടങ്ങിയ ഐക്യദാർഢ്യം അത് CPM-നെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു അന്തർദേശീയ നിലപാടിൻ്റെ ഭാഗമാണ്, സർവ്വദേശീയ നിലപാടിൻ്റെ ഭാഗം. അതിലൊന്നും സംശയം എനിക്കില്ല, ഒരാൾക്കും ഉണ്ടാവാൻ വഴിയില്ല. അത് കോൺഗ്രസ് നിലപാടിൻ്റെ ഭാഗമാണ്, സർവ്വദേശീയ നിലപാട്. ആ കാര്യത്തിൽ തോമസ് ഐസക്കിന് ഒരു പിശക് പറ്റുന്നുണ്ട്. തോമസ് ഐസക് ഈ ഫലസ്തീൻ ഐക്യദാർഢ്യത്തെ കാണുന്നത് ഒരു ന്യൂനപക്ഷ സംരക്ഷണ പരിപാടിയായിട്ടാണ്. CPM-ന്റെ രേഖകളിൽ അതൊരു കൊളോണിയൽ പ്രശ്നമാണ്. അതാണ് ഞാൻ പറയാൻ വന്ന ജെയിംസ്. അപ്പോൾ അതിൻ്റെ അകത്ത് CPM സംബന്ധിച്ച് അപ്പോൾ അവിടെയാണ് ഐസക്കിൻ്റെ ആ പോസ്റ്റിനകത്ത് ഏറ്റവും പാളിച്ചത്. അപ്പോൾ ഐസക്കിൻ്റെ അതിന് എന്താ പറയുക, ഈ സ്പ്ലിറ്റ് ഓഫ് ദ ടങ് പോലെ ഐസക്കിന് വന്ന സംഭവമാണ്. കാര്യം അതൊരു ന്യൂനപക്ഷ കാര്യം. പാലസ്റ്റീൻ സംഭവം ഒരു മുസ്ലിം പരിപാടിയല്ല. ഒരു കാരണവശാലും പാലസ്റ്റീൻ വിമോചന പ്രസ്ഥാനം എന്നൊരു മുസ്ലിം വിമോചന പ്രസ്ഥാനം അല്ലെങ്കിൽ മുസ്ലിം ഇസ്ലാമായി ബന്ധപ്പെട്ട് മാത്രം നിൽക്കുന്ന എല്ലാവർക്കും അറിയാം. അവിടെ മുസ്ലിം ജനസംഖ്യ വളരെ കൂടുതലാണ്, അത് വാസ്തവമാണ്. അതുമായി ബന്ധപ്പെട്ട് അതിൻ്റേതായ രാഷ്ട്രീയം ഹമാസിൻ്റെ പൊളിറ്റിക്സിനുണ്ട്. പക്ഷേ അത് മാത്രമല്ല, CPM സാർവദേശീയമായിട്ട് ആൻറ്റി ഇമ്പീരിയലിസ്റ്റ് സാമ്രാജ്യത്വ വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് പാലസ്തീനായിട്ട് ഇത് കോൺഗ്രസ് നിലപാടാണ് വളരെ കാലങ്ങൾക്ക് മുമ്പ്. ഇത് ഇന്ത്യയിലെ മുഖ്യധാര രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി നിന്നിരുന്ന സെക്യുലർ രാഷ്ട്രീയ പാർട്ടിയുടെ നിലപാടാണ്. അപ്പോൾ ആ നിലപാടിൻ്റെ ഭാഗമായിട്ടല്ലാണ്ടൊക്കെ അപ്പോൾ ഇവർ മലബാർ കേന്ദ്രീകരിച്ച് ഇത് പൂച്ച പുറത്താണെന്ന് ഐസക് അത് പറയാണ്. അതിനും അനുബന്ധമായിട്ടാണ് നമ്മൾ ഈ കാര്യം പറഞ്ഞത്. ഇടത് ഹിന്ദുത്വം എങ്ങനെയാണ് ഇടത്? അപ്പോൾ ഈ പാർലമെൻറ്റ് തെരഞ്ഞ ശേഷം, പാർലമെൻറ്റിലെ വലിയ പരാജയത്തിന് ശേഷം ഈ കേരളത്തിലുണ്ടായ ചർച്ചയിൽ തുടക്കം കുറിച്ച് വെള്ളാപ്പള്ളി നടേശൻ തന്നെയാണ്. CPM അല്ല, വെള്ളാപ്പള്ളി നടേശനാണ്. ഈ വെള്ളാപ്പള്ളി നടേശനെ ബന്ധപ്പെട്ട് നമ്മൾ ഓവർ റേറ്റ് ചെയ്യുന്നൊരു ചർച്ച ഇപ്പോൾ നടക്കുന്നത്. കാര്യം വെള്ളാപ്പള്ളി നടേശനും മാത്രം സുമാനുള്ള സാമുദായിക സംഘടനകൾ ചരിത്രപരമായിട്ട് അവർ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ വലിയ ഭാഗമാണെങ്കിലും അതിൻ്റെ ദൗത്യം നിർവഹിച്ചു കഴിഞ്ഞു എന്നുള്ള കാര്യം മനസ്സിലാക്കണം. കാര്യം ഇന്ന് അവർ നിലനിൽക്കുന്ന മറ്റെന്തൊക്കെയോ അവരുടെ കുടുംബപരമായിട്ട് നിലനിൽപ്പിൻ്റെ ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന രാഷ്ട്രീയ സംഘടനകളാണത്. അതിന് ചരിത്രപരമായ ഒരു ദൗത്യം നിർവഹിക്കാനില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട്. കാര്യം നമ്മൾ കാണുന്ന ആചാര സംരക്ഷണം തുടർന്നുള്ള അവരുടെ നിലപാടിൽ ഓരോന്നും സാമൂഹ്യ വിരുദ്ധ നിലപാടുകളിൽ പോയും അതുകൊണ്ട് അതിലേക്ക് ഞാൻ പോകുന്നില്ല. അത് നമ്മൾ വിശദമായിട്ട് ആലോചിക്കണം അത്ര സംഘടനകൾക്ക് എന്ത് സാമൂഹ്യ പ്രസക്തി ഇനിയുള്ളതെന്നുള്ളത്. പ്രധാനപ്പെട്ട കാര്യം വെള്ളാപ്പള്ളി നമ്മൾ ഓവർ റേറ്റ് ചെയ്ത് പറയുന്നത് വെച്ചാൽ വെള്ളാപ്പള്ളി പക്ഷേ ഇവിടെ സംഭവിച്ചുകൊണ്ടിരുന്നത് മലപ്പുറത്ത് വന്നു വരികയും മലപ്പുറത്തെ വിദ്വേഷകരമായ പ്രസ്താവന നടത്തുകയും ഇത് ആവർത്തിക്കുകയും ചെയ്തു. മാധ്യമങ്ങൾ ആവശ്യത്തിൽ കൂടുതൽ ശ്രദ്ധ വെള്ളാപ്പള്ളി കൊടുത്തു എന്നൊരു വസ്തുതയും കൂടിയുണ്ട്. കാര്യം ഇതൊക്കെ അവഗണിക്കപ്പെട്ട് ചിലപ്പോൾ അദ്ദേഹം ഇനി പറഞ്ഞു നിർത്തും. കാര്യം ഓരോ തവണയുള്ള വായിൽ കൊണ്ട് വെച്ചിരിക്കുക ഇത് പറയാൻ കേൾക്കാൻ വേണ്ടിയിട്ട്. അതന്നെ ഒരു തെറ്റായ സമീപനം മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്നുണ്ട്. അങ്ങനെ ഇത് പല സമയത്ത് തിരുത്തേണ്ടത് രണ്ടാൾക്കാരാണ്. സ്വാഭാവികമായിട്ടും BJPയുടെ ഒരു ഹിന്ദുത്വ രാഷ്ട്രീയം പറയാം. തിരുത്തേണ്ടതിന് ഉത്തരവാദിത്തം കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്കുമുണ്ട്, CPM-നുമുണ്ട്. ഇവിടെ കോൺഗ്രസ് പാർട്ടി അവരായിട്ട് സഖ്യത്തിന് പോവാതെ ഒരു അകലത്ത് മാത്രമല്ല കോൺഗ്രസ് നേതൃത്വത്തെക്കുറിച്ച് നിരന്തരമായിട്ട് ആക്ഷേപം ഉന്നയിക്കുന്നു. കോൺഗ്രസിന് അവരോട് പ്രത്യേകം പറയേണ്ട ആവശ്യം. പക്ഷേ CPM നേതൃത്വം എന്താണ് ചെയ്തത്? പ്രത്യേകിച്ച് സാക്ഷാൽ പിണറായി വിജയൻ എന്താണ് ചെയ്തത്? പലപ്പോഴും വെള്ളാപ്പള്ളിയെ സ്വന്തം സുഹൃത്തനിക്ക് തൻ്റെ അതേ ഒക്കച്ചങ്ങാതെ അദ്ദേഹത്തിൻ്റെ മകൾ ഒക്കച്ചങ്ങാതെ പോലെ കൊണ്ടുനടക്കുകയാണ്.
ഔദ്യോഗികമായിട്ട് ബഹുമാനപ്പെട്ട കെ ടി കുഞ്ഞിക്കണ്ണൻ പറഞ്ഞത് തിരുത്തൊക്കെ പറഞ്ഞു. പക്ഷേ തിരുത്ത് പറയുമ്പോഴെന്താണ്, തിരുത്തിന് വ്യക്തത വരുത്തണം. വ്യക്തത ഈ തൊഗാടി എന്ന് പറഞ്ഞ അതേപോലെ തന്നെ സരസ്വതി തൊഗാടി എന്ന് പറഞ്ഞാൽ അവനെ സരസ്വതി വിലാസം എന്നല്ലേ പറഞ്ഞത്, നമ്മുടെ മുമ്പിൽ തെളിവല്ലേ, ഇത് ആരും വെറുതെ പറഞ്ഞാണ്. അപ്പോൾ ഇത് വ്യക്തമായിട്ട് നിരാകരിക്കപ്പെടേണ്ടതായിരുന്നു ഈ കാര്യം. ഇന്ന കാര്യം ഇത് പറയാൻ പാടാത്ത കാര്യം മാറ്റി നിർത്തപ്പെടേണ്ടതാണ്. കാര്യം അങ്ങനെ മാറ്റി നിർത്തപ്പെട്ടുകൊണ്ട് ഒരു കാര്യം ആ സമുദായത്തിലൊന്നും ഒരു സ്വാധീനം അങ്ങേർക്കില്ല. അത് നമ്മുടെ NSL നേതാവിനുമില്ല. അത് CPM ബോധ്യപ്പെട്ടിട്ടുണ്ടോ ദാമോദർ പ്രസാദിന്റെ ചോദ്യം? ഇപ്പം ഇന്ന് ഗോവിന്ദ മാസ്റ്റർ വിശദമായി പറയുന്ന ഒരു കാര്യം, നിങ്ങൾ കൊല്ലം ജില്ലയിലേക്ക് നോക്കൂ. കോർപ്പറേഷനിൽ ഞങ്ങൾക്ക് തിരിച്ചടി നേരിട്ടിട്ടും അവിടെ ബ്ലോക്കിലും ഗ്രാമപഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്തിലും ഞങ്ങളാണ് മുന്നിൽ. ആലപ്പുഴയിൽ നോക്കൂ എന്നൊക്കെ പറയുന്നു. അദ്ദേഹം ആ ജില്ലകൾ പറയാനുള്ള കാരണം വെള്ളാപ്പള്ളിയെ ഞങ്ങൾ കൂടെ കൊണ്ടു നടക്കുന്നതിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഞങ്ങൾക്ക് ഞങ്ങളുടേതായ കാരണമുണ്ട്, ഞങ്ങളിൽ നിന്ന് പോയ വോട്ടുകൾ തിരിച്ചു പിടിക്കണം എന്നല്ലേ പറഞ്ഞു വരുന്നത്. അതാണ് പറഞ്ഞു വരെ മാത്രം അതാണ് പ്രയോഗത്തിലുണ്ടായിരുന്നത്. ആ തെറ്റിദ്ധാരണയാണ് നിൽക്കുന്നത്. അതാണ് ഞാൻ പറയുന്നത്. തോമസ് ഐസക്കിൻ്റെ പോസ്റ്റായി ബന്ധപ്പെട്ട ചോദിച്ചത്. അപ്പോൾ അതാണ് ഇടത് ഹിന്ദുത്വ ഫ്രെയിം. അപ്പോൾ ഇവർക്കൊരു ഇതിൻ്റെ ഇടയിൽ കൂടെ മറ്റൊരു വ്യാഖ്യാനം നമ്മുടെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ കേൾക്കാൻ പറ്റി. 87 തെരഞ്ഞെടുപ്പായി ബന്ധപ്പെട്ട് 87 തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഈ പേഴ്സണൽ ലോസിനെ കുറിച്ചും ഷബാനോ കേസിനെ കുറിച്ചും കോടതി വിധിക്ക് വരുന്നതിന് മുമ്പ് CPM നിലപാട് തന്നെയായിരുന്നു. പക്ഷേ ആ തെരഞ്ഞെടുപ്പിൽ അത് വിദഗ്ധമായിട്ട് EMS ഒരുപാട് ഉപയോഗിക്കാൻ പറ്റി. അന്നത്തെ മുന്നണിയുടെ സ്വഭാവം തന്നെ വ്യത്യസ്തമാണ്. കേരള കോൺഗ്രസ് ഇല്ലാതെ പട്ടക്കാരും പള്ളിയും പട്ടക്കാരെയും മാറ്റി നിർത്തിയതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. നമ്മളൊക്കെ സ്കൂൾ പഠിക്കുന്ന കാലമാണെങ്കിലും എല്ലാവരും ഓർക്കുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെ തെരഞ്ഞെടുപ്പിൽ ഒരു ആസൂത്രണം ഉപയോഗിക്കാൻ പറ്റി. പക്ഷേ അത് കോടതി വിധിയെ ബന്ധപ്പെട്ട് അന്ന് കേന്ദ്രത്തിൽ ഭരിക്കുന്ന രാജീവ് ഗാന്ധിയാണ്. അന്ന് കേന്ദ്രത്തിൽ BJPയോ നരേന്ദ്രമോദിയോ ഒരു ഫാഷിസ്റ്റ് സർക്കാരല്ല ഉള്ളത്. അപ്പോൾ ആ കാലഘട്ടത്തിലാണ് ഈ CPM ഈ കാര്യം നിലപാടെടുക്കുക. ഇന്നത്തെ രാഷ്ട്രീയ കാലാവസ്ഥ മാറി. ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയ കാലാവസ്ഥ CPM തന്നെ വിലയിരുത്തുന്നു. നവഫാസിൻ്റെ പ്രവണതകളാണ് CPM തന്നെ വിലയിരുത്തുന്നു. ആ കാലഘട്ടത്തിൽ അപ്പോൾ 87 തിരിച്ചു പോകുന്നത് അസാധ്യമായിട്ടാണ്. അപ്പോൾ 87 എന്നുണ്ടെങ്കിൽ അങ്ങനെ ധ്രുവീകരണം സാധ്യമല്ല. മാത്രമല്ല 87 തിരുവനന്തപുരത്തോടെ ഹിന്ദു മുന്നണി ഉണ്ടായിരുന്നു എന്നാൽ കവിഞ്ഞ് BJP വല്ല ഒരു സാന്നിധ്യമായിരുന്നു കേരളത്തിൽ. അവർക്ക് സംഘടനാ ശക്തി ഉണ്ടായിരുന്നു, അവർക്ക് വോട്ട് മേടിക്കാൻ ശക്തി ഉണ്ടായിരുന്നു, അവർക്ക് കേന്ദ്ര അധികാരം ഉണ്ടായിരുന്നു. അപ്പോൾ ആ കാലഘട്ടം തിരിച്ചു വരില്ല. അപ്പോൾ CPMൻ്റെ തെറ്റായ 87 സങ്കല്പം എന്നുള്ളത് ഇവിടുത്തെ ഏതൊക്കെ ആൾക്കാർ എന്തൊക്കെയോ പറഞ്ഞുണ്ടാക്കിയതിൻ്റെ പേരിൽ അത് ഏറ്റുപാടുന്ന കുറേ ന്യായീകരണ തൊഴിലാളികളുണ്ട്. അവരെന്തൊക്കെയോ തെറ്റിദ്ധരിച്ചിരിക്കുക. ഒന്നാരും ഹിസ്റ്റോറിക്കലായിട്ടോ ഡാറ്റ ഒന്നും പഠിച്ചിട്ടല്ല പറഞ്ഞത്, എന്തൊക്കെയോ തെറ്റിദ്ധാരണ. എനിക്ക് തോന്നുന്നില്ല കെ ടി കുഞ്ഞിനെ ഈ അഭിപ്രായം ഷെയർ ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. കാര്യം ചരിത്രം സൂക്ഷ്മമായി നോക്കുന്ന ഒരു CPM ഒരു ലീഡർഷിപ്പിലെ ആൾക്കും അത് പറയാൻ പറ്റില്ല. പക്ഷേ ഇങ്ങനെ കുറേ തെറ്റിദ്ധാരണ. അപ്പോൾ അതാണ് ഇടത് ഹിന്ദുത്വം പറഞ്ഞിട്ട് ഇവർ കൊണ്ടു നടക്കുന്ന സാധനം. അത് അമ്പേ പാളിപ്പോയി. അത് പാളിപ്പോയതിനെ പരാജയം നമ്മുടെ മുഖത്ത് കാണിച്ചതിനും ചെയ്തു. ഇതിനി ഈ സാധനം വർക്ക് ചെയ്യില്ല, ഇനി എങ്ങനെ തള്ളിപ്പറയാൻ തിരുത്തെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇതിന് വേണ്ടിയിട്ടുള്ള ഊടും പാവും നെയ്യാനൊക്കെ ആയിട്ടുള്ള നല്ല ശ്രമം CPM നേതൃത്വം കാണിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് നിരന്തരമായിട്ട് UDF-നെ കുറിച്ച്, മുസ്ലിം ലീഗിനെ കുറിച്ചും, വെൽഫെയർ പാർട്ടി SDP ആവർത്തിച്ച് MV ഗോവിന്ദ മാഷും പിണറായി വിജയനും ഇലക്ഷൻ തലേദിവസം പറഞ്ഞത്. എന്തുകൊണ്ടങ്ങനെ പറഞ്ഞാൽ അത് എന്തുകൊണ്ട് ആവർത്തിക്കുന്നു വെച്ചാൽ അത് ആവർത്തിച്ചുകൊണ്ട് ഹിന്ദു വോട്ടിനെ ആ നിലയിൽ ധ്രുവീകരിച്ചുകൊണ്ട് ഒരു ഹിന്ദു വോട്ട് അനുകൂലമാക്കിയേക്കുക. അതിൻ്റെ അകത്ത് വേറെ യുക്തി കൂടിയുണ്ട്. അങ്ങനെ പറയുന്ന വഴി UDF-ന് നേതൃത്വം SDPയും വെൽഫെയർ പാർട്ടി മുസ്ലിം നിർണ്ണയിക്കുന്നു പറയുന്ന വഴി എങ്ങാനും വല്ല ഹിന്ദു വോട്ടുകൾ BJP-യിൽ പോയിക്കോട്ടെ. കാര്യം ഫസ്റ്റ് പാസ് ദ പോസ്റ്റാണ്. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിന് കുറച്ച് വോട്ട് പോയിക്കാൻ ഞങ്ങൾക്ക് മുന്നോട്ട് വരാം. അതും അമ്പേ പാളിപ്പോയി. അതൊന്നും ഇനി കേരളത്തിൽ ഒരു വില പോകുന്നില്ല. കാര്യം കേരളത്തിലെ വോട്ടർമാർ ഒരേ സമയം തന്നെ മറ്റു രീതിയിലും കൂടി മനസ്സിലാക്കുന്ന ആൾക്കാരാണ്. ആ ഒരു കാര്യം കൂടി. അപ്പോൾ ഈ ഹിന്ദുത്വം എന്ന് പറയുന്ന സ്ഥാനത്ത് എങ്ങനെയാണ് സോഫ്റ്റ്വെയർ വർക്ക് ചെയ്തത്? വെള്ളപ്പള്ളി നടേശൻ്റെ ഈ ഇസ്ലാമോഫോബിക് ഇത് മാത്രമല്ല, അതിൻ്റെ അകത്ത് രാഷ്ട്രീയമായിട്ട് വ്യാഖ്യാനം കൊണ്ട് MV ഗോവിന്ദ മാഷും പിണറായി വിജയനും ആസൂത്രിതമായി നിരന്തരമായിട്ട് നിങ്ങൾക്കറിയാം വെൽഫെയർ പാർട്ടിയെ ബന്ധപ്പെട്ട് ഉന്നയിച്ചുകൊണ്ടിരുന്ന കാര്യം അതാണ്. വെൽഫെയർ നിരന്തരമായി ജമാഅത്ത് ഇസ്ലാമിയുടെ പേര് ഉന്നയിച്ചുകൊണ്ടിരുന്ന കാര്യമാണ്. അതിൻ്റെ ഒരു വസ്തുതകളിലേക്ക് ഒന്നും പോവാതെയാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ ചാനലിൽ തന്നെ ഒരു ആങ്കറിനെ അജിംസിനെ തന്നെ എന്താണ് വിളിച്ചറിയാം, ഒരു CPM-ൻ്റെ മുതിർന്ന നേതാവ്. ഞാനത് മറക്കില്ല. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ചാനലത് ആവർത്തിച്ച് കണ്ടിരുന്നു. ഞാനത് മറക്കില്ല. കാര്യം ആ മനസ്സ് എന്ന് പറയുന്നത് അദ്ദേഹം ഒരു ഹിന്ദുത്വവാദിയെ പറയില്ല. പക്ഷേ എന്തുകൊണ്ട് ആ കേന്ദ്രത്തിലേക്ക് സ്വയം ഘടിപ്പിക്കുന്നു? അതാണ് വോട്ട് കിട്ടുക. അപ്പോൾ ഈ വോട്ട് കിട്ടുന്ന ഏറ്റവും വലിയ ഈ പഴയ അടവുണ്ടല്ലോ, ആ അടവിലേക്ക് എല്ലാം കേന്ദ്രീകരിക്കാൻ ഒരു ഒറ്റ യുക്തി അതിൻ്റെ അകത്തുള്ളൂ. ഒപ്പം തന്നെ നമ്മൾ കണ്ട കാര്യം നേരത്തെ ജിൻഡോ പറഞ്ഞ വസ്തുവും കൂടി ഉണ്ട്. ഇത് പല സ്ഥലത്തും ബാധിച്ചിട്ടുണ്ട്. കാരണം മിഡിൽ ക്ലാസ് കേരളത്തിൽ ഡെവലപ്മെൻറ്റ് ഇഷ്യൂ ചർച്ച ചെയ്യുന്ന ഇതാണ്. അതായത് ഡെവലപ്മെൻറ്റ് മൂർത്തമായി ചർച്ച ചെയ്യുന്നതാണ് ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തിലെയും മുനിസിപ്പാലിറ്റി കോർപ്പറേഷനിൽ. അവിടെ ഈ നമ്മുടെ ഭൂമി കരം വർധനവ്, വെള്ളക്കരം വർധന, ഇതൊക്കെ തന്നെ ആൾക്കാർ ഇത് പലരോടും ചോദിച്ചവർ പറയുന്ന കാര്യമാണ്. എല്ലാവരും കരം വർധനവ് അവരെ വ്യാപകമായിട്ട് ബാധിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ബാധിച്ചിട്ടുണ്ടെങ്കിൽ കാര്യം ഇന്നത്തെ പുതിയൊരു മോഡൽ എന്ന് പറയുന്നത് കേരളത്തിന് ബുദ്ധിമുട്ടുണ്ടില്ല പറയാൻ പറ്റില്ല. കാര്യം കേന്ദ്രം ഞെരുക്കിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തെ, ആ വസ്തുതയുണ്ട്. പക്ഷേ ഇന്നത്തെ നമ്മുടെ ആം ആദ്മി പോളിന് പല സാധനങ്ങളിലും ഈ ഗണ്യമായിട്ട് ഇത് കുറയ്ക്കുകയും ഈ ഭാരം സ്റ്റേറ്റ് ഏറ്റെടുക്കുകയും പലരും ഒഴിവാക്കുക. അപ്പം അങ്ങനെ പല മോഡൽ. അപ്പോൾ ക്ഷേമ പെൻഷൻ മാത്രമല്ല, ഒരു മിഡിൽ ക്ലാസ് അനുകൂലമായിട്ടൊരു ആം ആദ്മി മോഡലൊക്കെ രാഹുൽ ഗാന്ധിയുടെ പുതിയ പ്രോജക്റ്റുള്ള മോഡലാണെന്ന് ആലോചിക്കണം. അത്ര സാധനങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കേരളത്തിൽ ചർച്ച ചെയ്യുന്ന മിഡിൽ ക്ലാസ് ഉണ്ട്. ആ മിഡിൽ ക്ലാസ് ടെലിവിഷൻ കാണുന്ന മിഡിൽ ക്ലാസ്സാണ്, ന്യൂസ് കാണുന്ന മിഡിൽ ക്ലാസ്സാണ്, വാർത്ത വായിക്കുന്ന മിഡിൽ ക്ലാസ്. അപ്പോൾ അവർക്ക് ഇത്തരം മോഡലുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. ആ മോഡലിന് പകരമായിട്ട് കൂടുതൽ ഭാരങ്ങൾ അടിച്ചേൽപ്പിക്കുന്നൊരു മോഡൽ കേരളത്തിൽ വരുന്നു.
അപ്പോൾ അതിനുള്ള പ്രതികരണവും അവർക്ക് നടപ്പാക്കാൻ പറ്റിയ അവസരമാണ്. ഇത് തന്നെ ആവർത്തിക്കണം ഞാൻ പറഞ്ഞില്ല, പക്ഷേ ഇത് അവിടെ ഉള്ളിലുണ്ട്. അപ്പോൾ ഇങ്ങനെ നിരവധി കാരണങ്ങൾ, ഒന്നിൽ കൂടുതൽ കാര്യം, ഒന്ന് ഇതിനോട് ശക്തി. പക്ഷേ നമ്മൾ വേറെ കാര്യമല്ല ഇതിൻ്റെ അകത്ത് ഇത്തരം ഇസ്ലാമോഫോബിയ വളരെ പ്രകടമായി പറഞ്ഞിട്ടും അതിനെ CPM നേരിട്ട് എതിർക്കാതിരുന്നിട്ടും അതിനെ വളരെ ആസനം ഉപയോഗിക്കാൻ ശ്രമിച്ചിട്ടും കേരളം മതേതരമായിട്ടല്ലേ വോട്ട് ചെയ്തത്. കേരളത്തിൽ വിവിധ ജനവിഭാഗങ്ങൾ, കേരളത്തിലെ ഹൈന്ദവരാണെങ്കിലും ക്രൈസ്തവരാണെങ്കിലും മുസ്ലിം ആണെങ്കിൽ എല്ലാവരും മതേതരമായിട്ട് തന്നെ വോട്ട് ചെയ്ത്. തിരുവനന്തപുരത്ത് വ്യത്യസ്തമാണെങ്കിൽ അവിടെ കോൺഗ്രസ് കുറേ വോട്ട് സീറ്റ് കിട്ടിയിട്ടുണ്ടെന്ന് ആലോചിക്കണം. അപ്പോൾ കേരളത്തിൻ്റെ മെറിറ്റോറിയസ് ആയ പൊളിറ്റിക്സിനകത്ത് വിസിബിളാണ്. അത് നമ്മൾ ലോക്സഭയിലും കണ്ടു. അത് വളരെ പോസിറ്റീവായിട്ട് കാണണം. അപ്പോൾ അതൊക്കെ തന്നെ കാണിക്കുന്ന നമ്മൾ കേരളത്തെക്കുറിച്ചാണല്ലോ കൺസേൺ. നമുക്ക് രാഷ്ട്രീയ പാർട്ടികളെക്കാട്ട് കൂടുതൽ പൊതുസമൂഹത്തിലെ ഒരാളെന്ന നിലയിൽ സിവിൽ സമൂഹം എപ്പോഴും കൺസേൺ കേരളത്തിൻ്റെ ഭാവി എന്തായിരിക്കും. ആ കേരളത്തിൻ്റെ ഭാവിയെക്കുറിച്ച് നല്ലൊരു റിസൾട്ട് തന്നെയാണ് ഇതുണ്ടാക്കിയിട്ടുള്ള കാര്യം. ആ രീതിയിലാണ് പ്രതികരിച്ചില്ല. കാര്യം തൃശ്ശൂർ എടുക്കുക. തൃശ്ശൂരാണ് കഴിഞ്ഞ തവണ സുരേഷ് ഗോപി വലിയ തോൽവി ജയിച്ചത്. എന്താണ് BJPക്ക് എന്തെങ്കിലും നേട്ടമുണ്ടാക്കാൻ പറ്റുമോ? സത്യം പറഞ്ഞാൽ BJPയുടെ സ്ഥിതി വളരെ കഷ്ടമാണ് തൃശ്ശൂർ. അപ്പോൾ അവിടെ തിരുവനന്തപുരത്ത് നേടിയെങ്കിൽ തൃശ്ശൂർ നിരാകരിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു വസ്തുത മുന്നിലുണ്ട്. അതുപോലെ തന്നെ പന്തളത്തോ മറ്റേ മുനിസിപ്പാലിറ്റിയും പോയ ഒരു യാഥാർത്ഥ്യം മുന്നുണ്ട്. അപ്പോൾ BJPയെ സംബന്ധിച്ച ഒരു കെട്ടിപ്പൊക്കി ഇപ്പോൾ ആശ്രയ നെഗറ്റീവ് ഉണ്ട്. BJP UDF ശക്തി പ്രാപിക്കുമ്പോൾ UDF തകരുമ്പോൾ BJP ശക്തി പ്രാപിക്കുമെന്ന നറേറ്റീവും പൊളിഞ്ഞു. BJP ദുർബലമാവുകയും UDF ശക്തി പ്രാപിക്കുകയാണ് ചെയ്തതെന്നുള്ളത് വസ്തുതയാണ്. UDF നറേറ്റീവ് പൊളിഞ്ഞത് മാത്രമല്ല, ഇവിടെ പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ലോക്സഭയിൽ തന്നെ ട്രെൻഡ് കാണുന്നുണ്ട്. പല സ്ഥലത്തും പലരും അതാണ് വെള്ളപ്പള്ളി എന്ന് പറയുന്ന കാര്യം. ഇവിടുത്തെ ഒരു വിഭാഗത്തിൻ്റെ വോട്ട് എന്ന് പറയുന്നത് BJPയിലേക്ക് പോകുന്നുള്ള തൻ്റെ ഒരു മേന്മയായിട്ടും ബാർഗെയിൻ ചെയ്യാനുള്ള ഉപാധിയായിട്ടും രണ്ട് പേരായിട്ടും, അതായത് BJP ആയിട്ടും CPM ബാർഗെയിൻ ചെയ്യാനുള്ള അദ്ദേഹം ഉപയോഗിച്ചത് ഒരു അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ബിസിനസ് താല്പര്യങ്ങൾ ഉപയോഗിച്ചതായിരിക്കാം. പക്ഷേ അത് കണ്ട് ഈ CPM പൊളിറ്റിക്കൽ മൊബിലൈസേഷൻ വരെ ആരെങ്കിലും സോഷ്യൽ കാസ്റ്റ് എഞ്ചിനീയറിംഗ് ഒരു ഇടതുപക്ഷ പാർട്ടി പോവോ? കോൺഗ്രസ് പോയാൽ പോലും മനസ്സിലാക്കാം. ഒരു CPM പോലെ പാർട്ടി കാസ്റ്റ് എഞ്ചിനീയർ. അപ്പോൾ ഇത് ഒരു കാലത്തില്ലാത്ത കാര്യമാണ്. നമ്മൾ 87 പറയുമ്പോഴും EMS നമ്പൂതിരിപ്പാട് അന്ന് സോഷ്യൽ എഞ്ചിനീയറിംഗിന് പോയിട്ടില്ല. ഹിന്ദുത്വ എന്ന ആഖ്യാനം എങ്ങനെ ഉണ്ടായി എന്ന് തോമസ് ഐസക് ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിലുള്ള മറുപടിയാണ് ദാമോദർ പ്രസാദ് പറഞ്ഞത്. അതിഥികളെതിരെ ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ തോമസ് ഐസക് ഇത് 2 വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിയെന്നതിനപ്പുറം ഇനി കേവലം 7 മാസം മാത്രമാണുള്ളത്. ഈ 7 മാസം കൊണ്ട് എന്താണ് സംഭവിച്ചത് എന്ന് വിലയിരുത്തണം. അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്കുള്ള തന്ത്രങ്ങൾ തയ്യാറാക്കണം. അപ്പോൾ അതിനുള്ള സമയമില്ല. എങ്കിൽ പിന്നെ തൽക്കാലം ഈ പറയുന്ന ആരോപണങ്ങളൊക്കെ ഇല്ല എന്ന് പറഞ്ഞേക്കാം എന്ന് കരുതി മിണ്ടാതിരിക്കുന്നതാണോ? അതല്ല ഈ മാസം തന്നെ പരിശോധിക്കുമെന്നാണ് ഗോവിന്ദ മാസ്റ്റർ പറയുന്നത്. ഈ മാസം തന്നെ അത് പരിശോധിച്ച് വിലയിരുത്തുമെന്നാണ്. ആ വിലയിരുത്തുന്നത് എന്തൊക്കെയാണ്? കോട്ടയത്തും മലപ്പുറത്തും ഏറ്റ തിരിച്ചടി. മലപ്പുറത്തെ കാര്യം നോക്കുക, ഒരു പ്രതിപക്ഷം പോലുമില്ല ജില്ലാ പഞ്ചായത്തിൽ. അപ്പോൾ അവിടെ അങ്ങനെ ജനം കൈയൊഴിയണമെങ്കിൽ എന്താണ് സംഭവിച്ചതെന്ന് ദിവസം പത്രം വായിക്കുന്ന ആൾക്ക് മനസ്സിലാവും. അത് മനസ്സിലാക്കാൻ 1 മാസം എടുക്കും പാർട്ടിക്ക്. ഇല്ല അജിംസേ, ഗോവിന്ദ മാഷ് പറഞ്ഞ എന്താണ്, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സംഘടനക്കകത്ത് ഒരു പ്രക്രിയയാണ്. ഞങ്ങളെല്ലാ ജില്ലാ കമ്മിറ്റികളും കൂടുകയാണ്. ഈ അടിത്തട്ടിലുണ്ടായ ഈ മാറ്റങ്ങൾ ഏതൊക്കെ ഘടകങ്ങളാണ് പ്രവർത്തിക്കുന്നത് സൂക്ഷ്മതലത്തിൽ തന്നെ പരിശോധിക്കുകയാണ്. അത് പരിഹരിക്കാൻ ആവശ്യമായ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ ഇടപെടലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തുന്നത്. അല്ലാതെ ചാനൽ ചർച്ചയിൽ ജിൻഡോന് ഒരു അഭിപ്രായം പറയാം, ശശി തരൂരിന് ഒരു സംശയം ക്ലാരിറ്റിക്ക് വേണ്ടിയാണ്. അതായത് താഴെത്തട്ടിൽ മുതൽ സംഘടനാപരമായി സംഭവിച്ച എന്തോ ഒരു തകരാറ് കണ്ടുപിടിക്കുന്നതാണോ? അതല്ല നിങ്ങളുടെ മുകളിൽ നിന്നുള്ള പൊളിറ്റിക്കൽ നറേറ്റീവ് തെറ്റിപ്പോയതാണോ കോട്ടയത്തും മലപ്പുറത്തും കണ്ടത്? അല്ല, അത് അജിംസിന്, എനിക്ക് കേരളത്തിൽ ജീവിക്കുന്ന ഒരാൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പ്രോസസ്സ് എന്താണ്, അത് ഏതൊക്കെ നടപടിക്രമങ്ങളിലൂടെ മുന്നോട്ട് പോകുന്നതെന്ന് അറിയാം. ഞങ്ങൾക്കിപ്പോൾ സ്റ്റേറ്റ് തലത്തിൽ തന്നെ ഈ തെരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടികളിൽ എന്തൊക്കെ ഘടകങ്ങൾ പ്രവർത്തിച്ചു എന്നതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് സൂചനകളുണ്ട്, ഞങ്ങൾക്കതിൽ വ്യക്തതയുണ്ട്. ആ വ്യക്തമായ നടപടികൾ, വ്യക്തമായ നിലപാടുകൾ ഏതൊക്കെ നടപടികളിലൂടെ മറികടക്കാം. ഞങ്ങൾ മാധ്യമങ്ങളോട് എന്തൊക്കെ കാര്യങ്ങൾ ഇപ്പോൾ പറയണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അതിലപ്പുറത്ത് എന്താണ്, ഞങ്ങളുടെ സംഘടനകൾക്ക് നല്ല രീതിയിൽ ഞങ്ങൾ ആ കാര്യങ്ങൾ ചർച്ച ചെയ്യും. ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഇടതുപക്ഷ അണികളിലും അതുപോലെ തന്നെ പൊതുസമൂഹത്തിലുണ്ടാക്കിയ സ്വാധീനം എന്താണ്, അത് എത്രത്തോളം ഇടതുപക്ഷത്തിന് വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടാക്കുന്നതിൽ പങ്കുവഹിച്ചു, ഈ കാര്യങ്ങളെല്ലാം സൂക്ഷ്മതലത്തിൽ തന്നെ പരിശോധിക്കും. ഞങ്ങൾ താഴേക്കിടയിൽ വരെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റികളുണ്ട് ഞങ്ങൾക്ക്. ആ കമ്മിറ്റികൾക്കകത്തൊക്കെ തന്നെ ഞങ്ങൾ ഈ കാര്യങ്ങൾ സൂക്ഷ്മമായ വിവരങ്ങളുടെ ഡാറ്റകളുടെ അടിസ്ഥാനത്തിൽ തന്നെ പരിശോധിക്കുന്നവരാണ്. ഞങ്ങൾ തെറ്റുതിരുത്തി മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പം നമ്മളൊരു തെരഞ്ഞെടുപ്പിൻ്റെ, നമ്മൾ ജനാധിപത്യ പ്രക്രിയയാണ് നമ്മുടെ രാഷ്ട്രീയ സമാജത്തിൻ്റെ മുഖ്യ ഇടമെങ്കിലും അതൊരു തെരഞ്ഞെടുപ്പ് പ്രക്രിയക്ക് അപ്പുറത്ത് ചില വിഷയങ്ങൾ ഞങ്ങൾക്കുണ്ട്. അവിടെയാണ് ഇവിടെ ഐസക്കിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുമായി ബന്ധപ്പെട്ട് വന്നൊരു ചോദ്യത്തിന് ഗോവിന്ദ മാഷ് പറഞ്ഞ മറുപടി കിടക്കുന്നത്. ഈ ഇടതുപക്ഷ ഹിന്ദുത്വ എന്നൊരു ആഖ്യാനം ഞങ്ങൾക്കില്ല.
കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ഹിന്ദുത്വത്തെ കൂടി ചേർത്തുകൊണ്ടുള്ള അതിൻ്റെ ഒരു ഇടതുപക്ഷ വേർഷൻ ഉണ്ടാക്കുക എന്നുള്ളൊരു കാഴ്ചപ്പാടേ CPM-നില്ല. അങ്ങനെ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ വേർഷൻ പാർട്ടിക്കകത്ത് കൊണ്ടുവന്ന് ആ മതത്തിൽപ്പെട്ട ആളുകളെ പാർട്ടിയുടെ കൂടെ കൊണ്ടുവരാം, അങ്ങനെ വോട്ട് ബാങ്കുകൾ സൃഷ്ടിക്കാമെന്നൊരു നിലപാടേ ഇല്ല. ഞങ്ങൾ വളരെ കൃത്യമായ രീതിയിൽ ഇവിടുത്തെ സാധാരണക്കാരായ പണിയെടുക്കുന്ന വർഗ്ഗങ്ങൾക്കിടയ്ക്ക് അടിത്തറയിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്. ആ വിഭാഗങ്ങൾ എങ്ങനെ ഞങ്ങളിൽ നിന്ന് അകന്നുപോയി? അതിൽ വിശ്വാസ്യ പ്രചരണങ്ങൾ, അന്ധമായ തെറ്റായ രീതിയിലുള്ള അയ്യപ്പ വിശ്വാസ പ്രചരണങ്ങൾ എന്തുമാത്രം പങ്ക് ഈ തെരഞ്ഞെടുപ്പിൽ വഹിച്ചു? ഈ കാര്യങ്ങളെല്ലാം ഞങ്ങളുടെ തന്നെ ഈ പാർട്ടി ഇവിടെ നമ്മൾ ചർച്ച ചെയ്തല്ലോ. പത്മകുമാറിൻ്റെ ഈ കേസിലെ പ്രതിയാകുന്നു, അദ്ദേഹം ജയിലിൽ പോകുന്നു, പാർട്ടി നടപടിയെടുക്കാത്തതും ഉൾപ്പെടെയുള്ള എല്ലാ വിഷയങ്ങളും ഞങ്ങൾ ചർച്ച ചെയ്ത് ആ തെറ്റുകൾ തിരുത്തിപ്പോകാൻ ആവശ്യമായ നടപടികൾ പാർട്ടി സ്വീകരിക്കും. ആ രീതിയിൽ എല്ലാ തലങ്ങളിലും ഞങ്ങൾക്ക് ഈ വിഷയത്തെ ചർച്ച ചെയ്ത് മുന്നോട്ട് പോകേണ്ടതുണ്ട്. കാരണം നമ്മൾ ജീവിക്കുന്നത് ഹിന്ദുത്വം ദേശീയ അധികാരത്തിലിരിക്കുന്ന ഒരു സമൂഹത്തിനകത്താണ്. അപ്പോൾ ഹിന്ദുത്വത്തെ പ്രതിരോധിക്കുക എന്നുള്ളത് നമ്മുടെ പ്രധാനപ്പെട്ട അജണ്ട. ഇപ്പോൾ ഇവിടെ എന്താണ് ഈ എത്ര സമർത്ഥമായിട്ടാണ് ജിൻഡോ ഒഴിഞ്ഞു പോകുന്നത്? തിരുവനന്തപുരത്ത് 41 സീറ്റുകളിൽ കോൺഗ്രസ് 3-ാം സ്ഥാനത്തായി. എന്നിട്ട് നറേഷൻ എന്താണ്? KC വേണുഗോപാൽ മുതൽ ഇവിടെ VD സതീശൻ വരെ വരുന്നവരെന്താണ്? CPM ആണ് തിരുവനന്തപുരത്തെ ഭരണത്തെ BJPക്ക് ഏൽപ്പിച്ചു കൊടുത്തത്. കോൺഗ്രസിൻ്റെ ദേശീയ നേതാവും കേരളത്തിൽ നിന്നുള്ള MP-യുമാണ് ശശി തരൂർ. അദ്ദേഹം തിരുവനന്തപുരത്തെ വിജയത്തിൽ BJPയെ അനുമോദിക്കുകയാണ്. ആ കാര്യത്തിൽ എന്താണ് നിങ്ങൾ വളരെ സമർത്ഥമായ കൗശലപൂർവമായ മൗനം പാലിക്കുന്നത്? കോൺഗ്രസിലുണ്ടോ? തരൂർ ആ ചോദ്യം നിങ്ങൾ ജിൻഡോയോട് ചോദിക്കണം, എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല? അപ്പൊ കോൺഗ്രസിനകത്ത് എന്താണ് ഒരു ഹിന്ദുത്വവാദിക്ക് സ്ഥാനമുണ്ട്. അത് ഇന്നു മുതൽ തുടങ്ങിയതല്ല കേട്ടോ. നെഹ്റുവിൻ്റെ കാലത്ത് പോലും, നെഹ്റുവിനെ പോലെ ആധികാരികത്വമുള്ള ഒരു ഇന്ത്യൻ നേതാവിൻ്റെ കീഴിൽ കോൺഗ്രസ് പ്രവർത്തിക്കുന്ന കാലത്ത് പോലും ഹിന്ദുത്വവാദികൾക്ക് കഴിഞ്ഞിരുന്നു. നെഹ്റു ആ പള്ളിക്കകത്ത് സ്ഥാപിച്ച വിഗ്രഹങ്ങളെടുത്ത് സരയൂ നദിയിൽ എറിയണമെന്ന് പറഞ്ഞവരാ. പക്ഷേ പന്ത് ഉൾപ്പെടെയുള്ള അന്നത്തെ ശശി തരൂരെ പോലുള്ള പ്രാദേശിക പ്രമുഖന്മാരാണ് ഈ പന്തുമാര്, GV പന്തുമാര്. ആ പന്തുമാർക്ക് വിഗ്രഹം അവിടെ തന്നെ വെച്ച് പൂട്ടാൻ കഴിഞ്ഞിട്ടുണ്ട് അജിംസേ. അത് ചരിത്രമാണ്. കോൺഗ്രസ് അന്നും ഇന്നും വ്യത്യസ്ത രീതിയിലാണെങ്കിലും ഹിന്ദുത്വവാദികളെ കൂടി ചേർത്ത് മുന്നോട്ട് പോകുന്നൊരു പാർട്ടിയാണ്. കേരളത്തിന് അനുഭവമാണ്. ഇവിടെ ജിൻഡോ വലിയ ആവേശത്തിലൊക്കെ പറയുന്നുണ്ടല്ലോ, 1960 ഞങ്ങൾ പരാജയപ്പെട്ടു, 19 സീറ്റ് അല്ല, സീറ്റ് വർദ്ധിക്കും, സീറ്റ് അതേപോലെ തന്നെ പോവുകയും ചെയ്യും. അതൊക്കെ ജനാധിപത്യ പ്രക്രിയക്കകത്തെ വളരെ സമ്മതമായ, നമ്മൾ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുക്കുമ്പോൾ എന്താണ് ജയിക്കാൻ മാത്രമല്ല തോൽക്കാൻ കൂടിയാണ്. അപ്പോൾ ജനാധിപത്യം ജനങ്ങൾ നൽകുന്ന ചില അറിയിപ്പുകളുണ്ട്. ഞങ്ങൾക്കുള്ള ചില മുന്നറിയിപ്പുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ. ഞങ്ങളത് കാണുന്നുണ്ട്, ഞങ്ങളത് പരിശോധിച്ച് അത് തിരുത്തിപ്പോകേണ്ട കാര്യങ്ങൾ തിരുത്തിപ്പോകും. അതേസമയത്ത് ജനങ്ങൾ അതിലേക്ക് അതായത് തിരുവനന്തപുരത്ത് BJP അധികാരത്തിൽ വരാൻ കാരണം കോൺഗ്രസ് മാത്രമാണ്. നിങ്ങളുടെ ഭരണപരമായ ഒരു വീഴ്ചയും അവിടെയില്ല, നിങ്ങളുടെ മേയറെ കുറിച്ചുള്ള ആക്ഷേപങ്ങളില്ല, ഒന്നുമില്ല. ഞാനങ്ങനെ കാണുന്നില്ല. മേയറെക്കുറിച്ചുള്ള ആക്ഷേപങ്ങളുണ്ടോ? അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് അല്ലേ വരേണ്ട? അവരല്ലേ മുഖ്യ പ്രതിപക്ഷം ഇവിടെ? BJP വന്ന എന്തുകൊണ്ടാണ്? വന്നതുകൊണ്ടാണ് ശബരിമലയായിരുന്നു കോൺഗ്രസിന്റെയും BJPയുടെയും മുഖ്യ പ്രചാരണ വിഷയം. അവർ മേയറുടെ പ്രശ്നമൊന്നുമല്ല തിരുവനന്തപുരത്ത് പറഞ്ഞ്. ഇവിടെ ഇപ്പോൾ ചാനൽ ചർച്ചയിൽ വെള്ളക്കരം വർദ്ധിപ്പിച്ചത് അത് കർണാടകയിൽ എന്താണ്, തെലങ്കാനയിൽ എന്താണെന്ന് നോക്കണം. വെള്ളക്കരവും വൈദ്യുതിക്കരവും എത്രയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്? ഓരോ മാസവും കേരളത്തിലെ ജനങ്ങളുടെ കൈകളിൽ വിഷയമായതുകൊണ്ടാണ് തിരുവനന്തപുരം BJP കിട്ടിയതെങ്കിൽ പന്തളം അവർ നിലനിർത്തേണ്ടതല്ലേ? പന്തളം ഇടതുപക്ഷമാണ് അവരെ പ്രതിരോധിച്ചത്. കൊടുങ്ങല്ലൂർ പോലുള്ള ക്ഷേത്ര നഗരങ്ങളിൽ ഇടതുപക്ഷമാണ് അവിടെ റിഫ്ലക്ട് ചെയ്യുന്നില്ല. കൊടുങ്ങല്ലൂർ റിഫ്ലക്ട് ചെയ്യുന്നില്ല. എന്തുകൊണ്ട്? കൊടുങ്ങല്ലൂരിൽ നിന്നും പന്തളത്തുനിന്നും വ്യത്യസ്തമായിട്ട് നമ്മൾ കാണണം. തിരുവനന്തപുരത്ത് 1980 മുതൽ ഹിന്ദുത്വാനുകൂലമായ ഒരു കോൺസ്റ്റിറ്റ്യുവൻസി എന്ന നിലക്ക് അതിനെ മാറ്റി തീർക്കാനുള്ള പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. അതിനെ പല ഘട്ടങ്ങളിലും ഇടതുപക്ഷം ഒറ്റക്കാണ് പ്രതിരോധിച്ചത്. കോൺഗ്രസ് അക്കാര്യത്തിൽ എന്താണ്? കോൺഗ്രസ് അക്കാര്യത്തിൽ നിഷ്ക്രിയത്വം പാലിച്ചു. നിഷ്ക്രിയമായ നിലപാടാണ് കേരള സമൂഹത്തിന്റെ ഹിന്ദുത്വവൽക്കരണത്തിൽ കോൺഗ്രസ് സ്വീകരിച്ചത്. എല്ലാ കാലത്തും കോൺഗ്രസ് സ്വീകരിച്ചത് നമുക്കത് എല്ലാവർക്കും അറിയാവുന്നതാണ്. 1960 ഇവിടുത്തെ സാമുദായിക ശക്തികളെ മുന്നിൽ വെച്ചുകൊണ്ട് അന്നത്തെ EMS ഗവൺമെന്റിനെ തെരഞ്ഞെടുപ്പിനും കൂടി പുറത്തടണം. നെഹ്റു പിരിച്ചുവിട്ട ഗവൺമെന്റിനെ തെരഞ്ഞെടുപ്പിനും കൂടി പുറത്തടണം. അതിന് പട്ടാമ്പിയിൽ എന്താണ് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം സവിശേഷ അജണ്ടയായി കേരളം ചർച്ച ചെയ്തിട്ട് EMSനെതിരായിട്ടുള്ള ജനസംഘത്തിന്റെ സ്ഥാനാർത്ഥിയെ പിന്തിരിപ്പിച്ച ചരിത്രമുണ്ട് അജിംസെ. ആ ചരിത്രത്തെയൊക്കെ അങ്ങ് മറച്ചു വെച്ചിട്ട് നമ്മൾ വലിയ ചരിത്രബോധത്തിന്റെ മണ്ഡലത്തിൽ നിന്നാണ് ഈ വിഷയമൊക്കെ ചർച്ച ചെയ്യുന്നതെന്ന് വെറുതെ പറയരുത്. നമ്മൾ സത്യസന്ധത പുലർത്തുന്ന കാര്യം. ഈ തിരുവനന്തപുരത്തെ BJPയുടെ ജയത്തിന് കാരണം കോൺഗ്രസ് ആണ്. 40 നിങ്ങൾ 3-ാം സ്ഥാനത്താണ്. നിങ്ങൾക്ക് മറുപടിയില്ല. ഇപ്പോഴും ശശി തരൂർ പോലും BJP അഭിനന്ദിക്കുന്നു. അജിംസെ, ഞാൻ ആദ്യഘട്ടത്തിൽ അത് പറഞ്ഞപ്പോൾ ഞാനത് പറയാൻ വിട്ടുപോയതാണ് കേട്ടോ, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഈ KT കുഞ്ഞിക്കണ്ണനോട് എനിക്കൊരു ചോദ്യം. നിങ്ങൾ 2020 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ LDFന് 51 സീറ്റ് ഉണ്ടായിരുന്നു, 49 സീറ്റ് ഉണ്ടായിരുന്നു CPIക്കും CPMനും. CPMന് 39 സീറ്റ് ഉണ്ടായി. അത് 29ആയിട്ട് കുറഞ്ഞത് എന്താ? ഏറ്റവും പ്രായം കുറഞ്ഞ മേയറും ഏറ്റവും വകതിരിവില്ലാത്ത ഒരു പാർട്ടിയും കൂടി അവിടെ ഭരിച്ച് അത് BJPക്ക് കൊണ്ടുപോയി കൊടുത്തിട്ട് അതിന്റെ കോൺഗ്രസിന്റെ ചുമലിൽ കെട്ടിവെക്കുന്നത്. കോൺഗ്രസ് 10 സീറ്റിൽ നിന്ന് 10 തിരുവനന്തപുരത്തെ തോൽവിയെ കുറിച്ചാണ് പറയുന്നത്. അല്ല, അതിൽ കോൺഗ്രസിന്റെ പങ്കിനെ കുറിച്ചായിരുന്നു എന്റെ ചോദ്യം.
ക്ഷമിക്കണം ജിൻഡോ. ശരി, ശരി. ചോദ്യത്തിന് ഉത്തരം പറ, എന്നിട്ട് എന്നോട് ചോദ്യം ചോദിക്കൂ. ഞാൻ പറയട്ടെ അല്ല സഖാവേ, ഞാൻ പറയട്ടെ, എന്നേക്കാൾ ഒരുപാട് പ്രായത്തിലും പരിചയത്തിലും കൂടിയ ആളല്ലേ താങ്കൾ. എന്നെ പറയാൻ അനുവദിക്കും. എന്റെ ചോദ്യം ഇതാണ്, 10 സീറ്റിൽ നിന്ന് 19 സീറ്റായിട്ട് ഞങ്ങൾ വർദ്ധിപ്പിച്ചു. അല്ല താങ്കൾ പ്രയാസപ്പെടലെന്നേ, ഉത്തരമാണ് പറയുന്നത്, പ്രയാസപ്പെടല്ലേ. 10 സീറ്റിൽ നിന്ന് 19 സീറ്റായിട്ട് കോൺഗ്രസിന്റെ വർദ്ധിച്ചു. നിങ്ങൾ CPM-ന്റെ മാത്രം 39 സീറ്റിൽ നിന്ന് 29 കുറഞ്ഞു. എന്തുകൊണ്ട് കുറഞ്ഞു? ഉത്തരമുണ്ടോ? നിങ്ങൾ നിലമ്പൂർ പരാജയം പരിശോധിച്ചോ? പുതുപ്പള്ളി പരാജയം പരിശോധിച്ചോ? ചേലക്കര, ഈ 40 സീറ്റുകളിൽ നിങ്ങൾ 3-ാം സ്ഥാനത്ത് വന്നെങ്കിൽ നിങ്ങൾ BJP-ക്ക് വോട്ട് മറിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. 41 സീറ്റ് 3-ാം സ്ഥാനത്ത് വന്നതൊക്കെ മറച്ചു കൊടുത്തിട്ടാണെങ്കിൽ അഴിയൂര് SDP-യുടെ സ്ഥാനാർത്ഥി വിജയിച്ചു. അവിടെ LDF-ന് 7 വോട്ടാ. നിങ്ങൾ മറച്ചു കൊടുത്തിട്ടാണെന്ന് സമ്മതിച്ചു തരണം. അതുപോലെ അവിടെ തൊട്ടടുത്ത വാർഡിൽ 10 വോട്ടാ നിങ്ങൾ LDF-ന് സ്ഥാനാർത്ഥി കിട്ടിയേ. മറച്ചു കൊടുത്തിട്ടാണ് സമ്മതിക്കണം. മണ്ണാർക്കാട് കുന്തിപ്പുഴയിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാനാർത്ഥിക്ക് പിന്തുണ കൊടുത്തു. നിങ്ങൾ പിന്തുണ കൊടുത്തു. നിങ്ങളുടെ സ്വന്തം പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്ത ആ സഖാവിനെതിരെ നടപടിയെടുക്കാൻ പോവുക. അതെന്തുകൊണ്ടാണെന്ന് പറയണം. അപ്പം മറിച്ചു കൊടുത്ത കഥയല്ല ഞാൻ ചോദിക്കുന്നത്. ഞാൻ സഖാവിനോട് നേരിട്ട് ചോദിക്കുന്നു, നിങ്ങളുടെ 39 സീറ്റ് എങ്ങനെ 29 CPM-ന്റെ കുറഞ്ഞു? 52 ഉണ്ടായിരുന്ന LDF-ന്റെ സീറ്റ് എങ്ങനെ കുറഞ്ഞു? അതിന് ഉത്തരം കിട്ടണ്ടേ? ഞങ്ങളുടെ സീറ്റുകൾ വർദ്ധിക്കുകയാണ്. ഞങ്ങൾ മറച്ചു കൊടുത്തെങ്കിൽ ഞങ്ങളുടെ സീറ്റുകൾ എങ്ങനെ വർദ്ധിക്കുന്നത്? 3-ാം സ്ഥാനത്ത് പോയത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ സംഭവിച്ചതെങ്കിൽ നിങ്ങൾ പിന്നെ എന്തിനാണ് ഇരുന്നത്? നിങ്ങൾ ഭരിച്ചിരുന്ന ഒരു കോർപ്പറേഷൻ അല്ലേ? നിങ്ങൾ പതിറ്റാണ്ടുകൾ ഭരിച്ച കോർപ്പറേഷനിൽ നിങ്ങൾ എന്തുകൊണ്ട് തോറ്റു എന്നാ പറയണ്ടേ? ഞങ്ങളുടെ സീറ്റിന്റെ എണ്ണം കൂടുമ്പോൾ ഇനിയും ഞങ്ങളെ കുറ്റം പറഞ്ഞിരിക്കാതെ 9.5 കൊല്ലം സംസ്ഥാനം ഭരിച്ച പിണറായി വിജയൻ സർക്കാരിന് പതിറ്റാണ്ടുകളായിട്ട് ഭരിക്കുന്ന ഒരു കോർപ്പറേഷനിൽ CPM-ന്റെ ഭരണത്തിന് നേതൃത്വം കൊടുത്ത ഭരണത്തിന് എന്തുകൊണ്ട് തുടർഭരണം കിട്ടിയില്ല എന്നുള്ളതിന്റെ ഉത്തരം കോൺഗ്രസ് മറിച്ചു എന്ന് പറഞ്ഞാൽ, കോൺഗ്രസ് മറിച്ചത് കൊണ്ടാണോ നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചത്? എങ്കിൽ നിങ്ങൾ പറയണം ഞങ്ങൾ കോൺഗ്രസ്സുകാർ സഹായിച്ചിട്ടാണ് നിങ്ങൾ ജയിച്ചതെന്ന്. ഒരു ഉറപ്പ് വേണ്ട സഖാവ് എങ്ങനെയൊക്കെ പറയാൻ. ഇനി ശശി തരൂരിന്റെ കാര്യം ഞങ്ങൾ ഉറച്ചു പറയുന്നു. ശശി തരൂർ ഈ രാജ്യത്ത്, ഈ നാട്ടിലെ, ഞാൻ പറയട്ടെ, താങ്കൾ വിഷമിക്കില്ലേ? ശശി തരൂരിന്റെ കാര്യം കേൾക്കണ്ടേ? അതാ പറയാൻ പോകുന്നത്. ഈ കോൺഗ്രസ് പാർട്ടിയിൽ ഇരുന്നിട്ട് നരേന്ദ്രമോദിയെ മാത്രം കാണുകയും അത് നല്ല എന്ന് പറയുന്ന ശശി തരൂർ കോൺഗ്രസ് നിലപാടല്ല പറയുന്നത്. കോൺഗ്രസിനകത്ത് എല്ലാ കാലത്തും ഇത്തരത്തിലുള്ള മനുഷ്യരുണ്ടായിട്ടുണ്ട്. അവരെ അവഗണിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഞങ്ങളുടെ സ്ട്രാറ്റജി. അവരെ ഏതെങ്കിലും രീതിയിൽ പരിഗണിച്ച് മിടുക്കരാക്കാൻ താല്പര്യമില്ല. അതുകൊണ്ട് BJP ജയിക്കുമ്പോൾ അത് വലിയ സേവനമായിട്ട്, വലിയ മഹത്തായ കാര്യമായിട്ട് കാണുന്ന ശശി തരൂരിന്റെ കണ്ണുകൾ കോൺഗ്രസിന്റെ കണ്ണുകളല്ല. പാവപ്പെട്ട ഒരുപാട് കോൺഗ്രസ്സുകാർ വേർപ്പൊഴുക്കി പണിയെടുത്ത് ഈ നാട്ടിലെ ഏറ്റവും വലിയ വിജയിച്ച പാർട്ടിയായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പാർട്ടിയുടെ നേതാക്കന്മാർ ജയിക്കുമ്പോൾ അവരുടെ ജയത്തെ കാണാതെ 7500-ലധികം കോൺഗ്രസിന്റെ പ്രവർത്തകർ ജയിക്കുകയും UDF-ന് വലിയ മജോറിറ്റി കിട്ടുകയും നടത്തുക ഒരു തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടിനെ കാണാത്ത ശശി തരൂരിന്റെ കണ്ണ് കോൺഗ്രസിന്റെ കണ്ണല്ല, അത് സംഘപരിവാറിന്റെ കണ്ണാന്ന് പറയാൻ ഒരു തർക്കമില്ല, ഞങ്ങൾക്ക് ഒരു സംശയവുമില്ല. പക്ഷേ ഞാനൊരു കാര്യം തിരിച്ചു ചോദിക്കട്ടെ, എന്തുകൊണ്ട് ശശി തരൂരിനെ ഒരുപാട് വട്ടം വാഴ്ത്തിപ്പാടിയ ആളുകളല്ലേ നിങ്ങൾ? പിണറായി വിജയനെയും നരേന്ദ്രമോദിയെ ഒരുപോലെ വാഴ്ത്തുന്ന ശശി തരൂരിനെ നിങ്ങളെ വാഴ്ത്തുമ്പോൾ മിടുക്കനായിട്ട് കാണുന്ന എന്തുകൊണ്ടാ? ഈ ശശി തരൂരിനെ പ്രോത്സാഹിപ്പിച്ചാൽ നിങ്ങൾക്കും വലിയൊരു പങ്കുണ്ട്. ഇനി ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, തൃശ്ശൂർ കോർപ്പറേഷൻ എന്തുകൊണ്ട് കോൺഗ്രസ് ജയിച്ചു, UDF ജയിച്ചു? ഒന്ന് പറയണം കുഞ്ഞിക്കണ്ണൻ, താങ്കൾ ഒന്ന് പറയണ്ടേ? കാരണം നിങ്ങളുടെ അവിടുത്തെ മേയർ തരം കിട്ടുമ്പോഴൊക്കെ സുരേഷ് ഗോപിയെ വാഴ്ത്തിപ്പാടുകയായിരുന്നു. സുരേഷ് ഗോപിയെ വാഴ്ത്തിപ്പാടിയ LDF-ന്റെ മേയർ ഉൾപ്പെടെയുള്ള ആ ഭരണ സംവിധാനത്തെ തൂത്തെറിഞ്ഞുകൊണ്ട് കോൺഗ്രസ് UDF തൃശ്ശൂർ തൂക്കിയെടുത്തപ്പോ നിങ്ങൾ എവിടെ പോയി? നിങ്ങൾ എന്തുകൊണ്ട് തോറ്റു? നിങ്ങൾ തോറ്റതിന്റെ കാരണം പറയും. കാരണം അത് കോൺഗ്രസ് ജയിച്ചു നിൽക്കുമ്പോഴും കോൺഗ്രസിനെ കുറ്റം പറയാനുള്ള കാരണം കണ്ടെത്താതെ നിങ്ങൾ തോറ്റതിന്റെ കാരണം പറയും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ വോട്ട് കൊണ്ടാണ് സുരേഷ് ഗോപി ജയിച്ചതെന്നാണ് CPM-ന്റെ ആരോപണം. ജിൻഡോ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ വോട്ട് കൊണ്ടാണ് സുരേഷ് ഗോപി ജയിച്ചതെന്നായിരുന്നു CPM-ന്റെ ആരോപണം. അല്ല, അവർ ആരോപണം ഉന്നയിച്ചോട്ടെ. ആർ ബിന്ദുവിന്റെ മണ്ഡലത്തിൽ ഉൾപ്പെടെ CPM-ന്റെ വോട്ട് എങ്ങനെ കുറഞ്ഞു പോയത്? CPM-ന്റെ വോട്ട് അവിടുത്തെ രാജന്റെ മണ്ഡലത്തിലെ വോട്ട് എങ്ങനെ കുറഞ്ഞു പോയത്? LDF-ന്റെ വോട്ട് എങ്ങനെ കുറഞ്ഞു പോയത്? അതായത് CPM-ന്റെ LDF-ന്റെ മന്ത്രിമാരുടെ അടക്കം മണ്ഡലങ്ങളിൽ BJP-യുടെ സുരേഷ് ഗോപി ലീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദി ആരാ? ഞങ്ങളാണോ അതിന്റെ ഉത്തരവാദി? ഇനി ഒരു കാര്യം ചോദിക്കട്ടെ, തൃശ്ശൂർ പൂരം കലക്കി സുരേഷ് ഗോപിക്ക് ജയിക്കാൻ വേണ്ടി സേവാഭാരതിയുടെ ആംബുലൻസിന് വഴിയൊരുക്കി കൊടുത്ത ആ ആഭ്യന്തര വകുപ്പിനെ തീറ്റി പോറ്റുന്നത് പിണറായി വിജയനല്ലേ? മറുപടി പറയാൻ പറ്റിയിട്ടുണ്ടോ? ആരാ തൃശ്ശൂർ പൂരം കലക്കിയത്? സഖാവ് ഒന്ന് മറുപടി പറഞ്ഞേ. എങ്ങനെയാ തൃശ്ശൂർ പൂരം കലക്കി സുരേഷ് ഗോപിക്ക് ജയിക്കാൻ പറ്റിയത്? ആ സുനിൽ കുമാറിനെ ഒന്ന് മറുപടി പറഞ്ഞ് ബോധിപ്പിക്കാമോ? ആ കെ രാജനോടൊന്ന് പറഞ്ഞ് ബോധിപ്പിക്കാമോ? പൂരം കലങ്ങിയിട്ടില്ല എന്നാണ് തൃശ്ശൂർക്കാരനായ AC മൊയ്തീൻ അസന്ദിഗ്ധമായ നിയമസഭയിൽ പറഞ്ഞത് എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. പൂരം കലങ്ങിയെന്ന് പോലും സമ്മതിച്ചിട്ടില്ല AC മൊയ്തീൻ. ഞാൻ വരാം. ശ്രീ ദാമോദർ പ്രസാദ്, ഇപ്പോൾ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലും ജമാഅത്തെ ഇസ്ലാമി, മുസ്ലിം ലീഗ്, കോൺഗ്രസ് എന്ന ഒരു സമവാക്യം ഗോവിന്ദ മാസ്റ്റർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോഴും ഇപ്പോൾ അല്പം മുമ്പ് ജിൻഡോ പറഞ്ഞ മണ്ണാർക്കാട്ടെ ഉദാഹരണം, LDF സ്ഥാനാർത്ഥിക്ക് 1 വോട്ട് കിട്ടുകയും അവിടുത്തെ വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥി 200-ലധികം വോട്ട് കിട്ടുകയും ചെയ്യുന്ന സാഹചര്യം അവിടെ ഉണ്ടായി. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ പോലും വെൽഫെയർ പാർട്ടിയുമായി ധാരണ പുലർത്തുന്ന ഒരു മുന്നണിയുടെ
മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു നേതാവ് ഇപ്പോഴും ഈ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം വന്നിട്ട് ഈ ജമാഅത്ത് ഇസ്ലാമി എന്ന സമവാക്യം പറയുകയാണ്. അതും മലപ്പുറത്തും കോട്ടയത്തും ഞങ്ങൾക്ക് തിരിച്ചടി നേരിട്ടു എന്ന് സമ്മതിച്ച ശേഷവും. എന്തുകൊണ്ടാകും? അല്ല, അത് വളരെ കൃത്യമാണല്ലോ. അതിൻ്റെ അകത്ത് താഴെത്തട്ടിൽ ഇപ്പോൾ ഗ്രാമപഞ്ചായത്ത് തലത്തിലൊക്കെ ഇവർ താഴെത്തട്ടിലൊക്കെ പല സഖ്യം പാർട്ടികൾ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ മുഖ്യ നരേറ്റീവ് എന്ന നിലയ്ക്ക് കേരളത്തിന് വേണ്ടിയിരുന്ന കാര്യം നിയമസഭ മുന്നിൽ കണ്ടു തന്നെയാണ് ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുള്ളത്. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പിന്നെ MP ഗോവിന്ദൻ മാഷൊക്കെ തന്നെ വരാൻ പോകുന്ന നിയമസഭയെ മുന്നിൽ കണ്ടുകൊണ്ട് എനിക്ക് അജിംസ് പറഞ്ഞ 7 മാസം ഉണ്ടോ സംശയമുണ്ട് കേട്ടോ. കാര്യം അത്ര മാസം ഉണ്ടെങ്കിൽ തോന്നില്ല. എഫക്റ്റീവായിട്ട് ഗവൺമെൻറ് 3-4 മാസമേ ഉള്ളൂ. പക്ഷേ അപ്പോൾ അതുകൊണ്ട് അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ ഒരു നെഗറ്റീവ് ഉണ്ടാക്കി. UDF അങ്ങനെ തന്നെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു നെഗറ്റീവ് ടെസ്റ്റ് ചെയ്യായിരുന്നു ഇതിൻ്റെ അകത്ത്. ഇന്ന് പിന്നോട്ട് പോകാൻ സാധ്യത കാണുന്നുണ്ട്. കാര്യം ഇത് ടെസ്റ്റിംഗ് വാട്ടേഴ്സ് നമ്മൾ പറയില്ലേ, വെള്ളം ടെസ്റ്റ് വാട്ടർ ടെസ്റ്റ് ചെയ്ത് പറയില്ലേ, ടെസ്റ്റിംഗ് ദ വാട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പ് ടെസ്റ്റ് ചെയ്യായിരുന്നു. ഈ സാധനം എനിക്ക് തെറ്റിപ്പോയതാണ്. 4 മാസം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ സമയമാണ്. ടെസ്റ്റ് ചെയ്യാനുള്ള സമയം പോലും ഇല്ല. അല്ല, ഈ തെരഞ്ഞെടുപ്പ് അതായത് ഈ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് ടെസ്റ്റിംഗ് ദ വാട്ടേഴ്സ്, ഈ നെഗറ്റീവ് എങ്ങനെ കേരളത്തിൽ ഫേവറബിളായി വിജയിക്കുമെങ്കിൽ അത് നിയമസഭയിലേക്ക് കൊണ്ടുപോകാം. അത് പക്ഷേ ഇനി കൊണ്ടുപോകാൻ സാധിക്കില്ല. ശശി തരൂരിനെ കുറിച്ചൊരു ചോദ്യം ചോദിച്ചു. ശശി തരൂരിനെ കുറിച്ച് ഈ പറഞ്ഞ ജിൻഡോ പറഞ്ഞതും KT കുഞ്ഞുങ്ങളുടെ അഭിപ്രായം വളരെ ശരി തന്നെയാണ്. പക്ഷേ ഈ ലിബറൽ ജാഡ എന്ന് പറയുന്ന സാധനം നമ്മുടെ കേരളത്തിലുണ്ട്. അത് താരതമ്യേന അത് കുറവ് CPM നേതാക്കൾക്ക്, അത് പറയാതിരിക്കാൻ പറ്റും. പക്ഷേ കോൺഗ്രസ്സുകാർക്കൊക്കെ ഇപ്പോൾ എല്ലാ കാലത്ത് ലിബറൽ സാധനം, ആ ലിബറൽ ജാഡ, ലിബറൽ നാട്യം, ആ നാട്യമാണ് ഈ പ്രാവശ്യം ഈ അഭിനന്ദിപ്പിച്ചത്. അതായത് ക്രിക്കറ്റ് കളി പോലെയാണ് കഷീസ് ഇത് കാണിയത്. ക്രിക്കറ്റ് കഴിഞ്ഞ് നമ്മൾ ജയിച്ച് കഴിഞ്ഞാൽ പോയി പക്ഷേ തോറ്റ പാർട്ടി കയ്യെ കൊടുക്കുക, അല്ലെങ്കിൽ ജയിച്ച പാർട്ടി കൈ കൊടുക്കുക. അതുപോലെ BJP അഭിനന്ദനം. അതിനകത്തൊരു ഹിന്ദുത്വ രാഷ്ട്രീയമാണ് സംശയത്തിൻ്റെ അകത്ത്. അപ്പോൾ വലിയ ജെന്റിൽമാൻ പൊളിറ്റിക്സ്. അപ്പോൾ ജെന്റിൽമാൻ പൊളിറ്റിക്സ് ഒരു സംഘടന സംവിധാനമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് കുറേ ആൾക്കാർ കഷ്ടപ്പെടുത്തി തന്നെ ജയിപ്പിച്ച അതിൻ്റെ ബോധം അങ്ങേർക്ക് ഇല്ലാത്തതിനെ കാര്യം മത്സരിക്കില്ല. രണ്ടാമത്തെ കാര്യം, ഒരു ഇസ്ലാമോഫോബിക് രാഷ്ട്രീയം പറയുന്ന ആളല്ലാട്ടോ ശശി തരൂർ. നമ്മളത് വേർതിരിച്ചാണ്. ഇസ്ലാമോഫോബിയയുടെ ഒരു വാക്കുപോലും ശശി തരൂർ നമ്മൾ കേൾക്കാറില്ല. മറിച്ച് ഒരു മുസ്ലിം വിരുദ്ധ വാക്കുകൾ പറയാറില്ല. പക്ഷേ അയാൾ മോഡി പ്രകീർത്തനം സ്ഥിരമായിട്ടൊരു അതിന് ഈ കോൺഗ്രസ് നേതൃത്വവുമായി ബന്ധപ്പെട്ടുള്ള ഈ ശശി തരൂരിൻ്റെ തർക്കം ആണതൊക്കെ. പക്ഷെ അത് ചെയ്യുമ്പോഴും ഒരു സംഘടന ഭാഗമായി ജയിച്ചൊരാളാണ്. അതിൻ്റെ ഒരു ഇത് കാണിക്കേണ്ട, സത്യസന്ധത കാണിക്കണം. അപ്പോൾ പൊളിറ്റിക്കലി ഡിസോണസ്റ്റി, ആ പൊളിറ്റിക്കൽ ഡിസോണസ്റ്റിയാണ് ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം ഹിന്ദുത്വ രാഷ്ട്രീയത്തെക്കാൾ ഉപരിയായിട്ട് ഒരു പൊളിറ്റിക്കൽ ഡിസോണസ്റ്റിയാണ് അതിൻ്റെ പ്രധാന കാര്യം. താൻ ജയിച്ചത് അവിടെ ശക്തമായി രാജ് ചന്ദ്രശേഖരനോട് ഫൈറ്റ് ജയിച്ച ആളാണ്. അവിടെ എല്ലാവരും പണിയെടുത്താണല്ലോ കക്ഷി ചെയ്യുന്നത്. കക്ഷി ഒറ്റയ്ക്കുള്ള കഴിവുകൊണ്ട് ജയിച്ചൊന്നുമല്ല. കക്ഷി പണം ഇറക്കിയിട്ടുണ്ടാവും, കക്ഷിയുടെ വ്യക്തിപരമായ പ്രഭാവമൊക്കെ ഉണ്ട്. പക്ഷേ അങ്ങനെ ഒരുപക്ഷെ ഇടതുപക്ഷത്തിൻ്റെ വോട്ട് പോലും പല ഘട്ടങ്ങളിലും സ്വാധീനം കണ്ടേ അതിൻ്റെ ഒരു രാഷ്ട്രീയ അടിസ്ഥാനത്തിലാണ്. കാര്യം അന്ന് ശക്തമായിട്ട് മോഡി വിരുദ്ധ രാഷ്ട്രീയം പറഞ്ഞ ആളാണ്. അപ്പോൾ ആ കാര്യം ശശി തരൂരിന് പക്ഷെ അത് മനസ്സിലാക്കാത്തതിന് കാരണം ഈ കോൺഗ്രസ് നേതൃത്വമായി ബന്ധപ്പെട്ടുള്ളവർ. പക്ഷേ അതുകൊണ്ട് വേറെ കാര്യം പറയാതിരിക്കാൻ വയ്യ, UDFൻ്റെ കേരള നേതൃത്വത്തിന് വലിയ അനുഗ്രഹമാണ്. കാരണം നമ്മളെപ്പോഴും അറിയാം ഈ മലബാർ പര്യടനം ശശി തരൂരിനെ ഓർക്കുക, നിങ്ങളെല്ലാവരും ഓർക്കണം. മലബാർ പര്യടനത്തിൽ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ശശി തരൂർ ഒരു പ്രധാനപ്പെട്ട നേതാവായിരുന്നു. അവർ കേരളത്തിൽ UDFൻ്റെ നേതൃത്വത്തിൽ VD സതീശനെയോ രമേശ് ചെന്നിത്തലയോ കാളെല്ലാം ശശി തരൂരിന് പ്രാധാന്യം കൊടുത്തിരുന്നു. ആ പ്രാധാന്യത്തിൽ സ്വയം കുഴിച്ച കുഴിയാണ്. അതാണ് അന്ന് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സ്വയം അവരോധിക്കുകയായിരുന്നു ശശി തരൂർ. മുസ്ലിം ലീഗിന് വലിയ താല്പര്യം നേതാവായിരുന്നു, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. കാര്യം മുസ്ലിം ലീഗിനെ പല പരിപാടികളിലേക്കും ക്ഷണിച്ചു കൊണ്ടുവന്നത് പ്രധാന സ്ഥാനം കൊടുത്തിരുന്നു. കാര്യം നേതൃത്വത്തിനൊക്കെ താല്പര്യം. ആ സ്ഥാനം സ്വയം ഇല്ലാതാക്കി ശശി തരൂർ. അതാണ് അല്ലെങ്കിൽ ആ ഒരു കോണ്ടസ്റ്റിൽ ആ കോമ്പറ്റീഷൻ ഇതിലുണ്ടായിരുന്ന ഒരാളാണ്. അതുകൊണ്ട് സത്യം പറയുന്നത് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിൽ ഇദ്ദേഹം ഇങ്ങനെ പറയുന്നതുകൊണ്ട് വലിയ നേട്ടം. കാര്യം ആ വഴിക്ക് ഇനി വരില്ല, കേരളത്തിനകത്തേക്ക് വരില്ല. കക്ഷി റോള് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ അകത്ത് നമ്മൾ നോക്കുന്ന കാര്യം ഒരു കാര്യം പറഞ്ഞോട്ടെ, അത് നിങ്ങളെല്ലാം ശ്രദ്ധിക്കേണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. ഈ ലെഫ്റ്റ് ഹിന്ദുത്വ എന്ന സാധനം ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജിയിലേക്ക് പ്രചരിച്ചിരുന്നു. അതിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നതിൻ്റെ അകത്ത് വളരെ കൃത്യമായിട്ട് സാധനമാണ് സോഷ്യൽ മീഡിയയ്ക്കകത്ത് വന്നത്. അതായത് സബാൾട്ടേൺ ഹിന്ദുത്വ എന്ന് വിളിക്കുന്ന കീഴാള ഹിന്ദുത്വമായിരുന്നു BJPയുടെ പ്രോജക്റ്റ്. നമുക്കറിയാവുന്ന പ്രോജക്റ്റ് BJP കേരളത്തിലും മറ്റ് സ്ഥലങ്ങളും കൊണ്ടുവന്ന് കീഴാള ഹിന്ദുത്വ പ്രോജക്റ്റ് കൊണ്ടുവന്നു. അതായത് കീഴാള സമുദായം, അതായത് പ്രത്യേകിച്ച് 70 സമുദായത്തെയും കൂടി ചേർത്ത് കൊണ്ടൊരു ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ പുതിയ സ്വഭാവം കൊണ്ടുവരാനുള്ള ശ്രമം വ്യാപകമായി. അത് പല സംസ്ഥാനങ്ങളും പല രീതിയിൽ. ഇപ്പോൾ നമുക്കറിയാം ബീഹാറിൽ എങ്ങനെയാണ്, ബീഹാറിൽ ഒരു നോൺ യാദവ് ഒരു ഇൻ്റഗ്രേഷൻ നടത്തിക്കൊണ്ടും അതുപോലെ ഈ വളരെ എക്സ്ട്രീംലി ബാക്ക്വേർഡ് ആയിട്ടുള്ള ദളിത് വിഭാഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു സബാൾട്ട ഹിന്ദുത്വ പൊളിറ്റിക്സ് പുതിയ രീതിയിൽ BJP പല സംസ്ഥാനങ്ങളിലും ആസൂത്രണം ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലും ഒരു ശ്രമം നടത്തിയതിന് BJDS ഒക്കെ അതിൻ്റെ ഭാഗമാണ്. ആ സബാൾട്ട ഹിന്ദുത്വനെ ചെറുക്കാൻ ബെസ്റ്റ് ലെഫ്റ്റ് ഹിന്ദുത്വം എന്നൊരു ഐഡിയോളജിക്കലായിട്ട് ക്യാമ്പയിൻ CPM ഔദ്യോഗിക നേതൃത്വം അല്ലെങ്കിൽ CPMൻ്റെ സ്വയം സെൽഫ് സ്റ്റൈൽഡായിട്ട് കുറേ നിങ്ങൾ അയക്കുന്നത് സോഷ്യൽ മീഡിയയിൽ കണ്ടമാനം സെൽഫ് സ്റ്റൈൽഡായിട്ടുള്ള ഇടതുപക്ഷ വലിയ ആൾക്കാരുണ്ട്, ന്യായീകരണം നടത്തുന്ന ആൾക്കാർ. അവരാണ് ഈ സാധനം ഉണ്ടാക്കിക്കൊണ്ട് നിങ്ങൾ സോഷ്യൽ മീഡിയ പരിശോധിച്ചാൽ കാണാൻ പറ്റും. അപ്പോൾ ഈ കീഴാള ഹിന്ദു നേരിടാൻ ഇതാണോ ലെഫ്റ്റ് ഹിന്ദുത്വമാണോ? ഒരിക്കലും സാധ്യമല്ല. കാര്യം ലെഫ്റ്റിൻ്റെ പൊളിറ്റിക്സ് എന്നാൽ മാത്രമേ അതിൻ്റെ അതുകൊണ്ട് ഈ കാര്യത്തിലൂടെ മനസ്സിലാക്കണം. ഈ PM ശ്രീയെ ബന്ധപ്പെട്ട് നമ്മൾ ഉന്നയിക്കുന്ന നമ്മളിവിടെ ചർച്ച ചെയ്യാനുള്ള കാര്യത്തിനൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൊരു കാര്യം, ഇതിൻ്റെ അകത്ത് ഇടതുപക്ഷത്തിന് പലപ്പോഴും ഇടതുപക്ഷം കറക്റ്റീവ് ഫോഴ്സാവും. ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ അത് 2009 പല തെരഞ്ഞെടുപ്പുണ്ട്. ഇടതുപക്ഷം കറക്റ്റീവ് ഫോഴ്സ്. കാര്യം ഇടതുപക്ഷ പ്രവർത്തനം അവിടെ പോയി വോട്ട് ചെയ്യാൻ വോട്ട് ചെയ്തിരിക്കും. എന്തിന്? കറക്റ്റീവ് ഫോഴ്സായിട്ട്. അത് എന്ന് പറഞ്ഞാൽ കോർ CPMകാരോ കോർ മെമ്പേഴ്സ് ആയിരിക്കില്ല. ഈ അനുഭാവി വിഭാഗം വലിയുണ്ട്. അത് കോളേജ് അധ്യാപകരുണ്ടാകും, സ്കൂൾ അധ്യാപകരുണ്ടാകും, വലിയൊരു വിഭാഗമുണ്ട്. ഇവർ കറക്റ്റീവ് ഫോഴ്സാകും. ഇവർ CPMനെതിരല്ല, ഇവർ CPM വിരുദ്ധരല്ല, അല്ലെങ്കിൽ CPM എതിരല്ല. പക്ഷേ ഇവർ കറക്റ്റീവ് ഫോഴ്സ്. ഞാൻ സാമൂഹ്യ മാധ്യമത്തിൽ കണ്ട രസകരമായ ഒരു പ്രയോഗമുണ്ട്, ഗുണഭോക്തൃ ബുദ്ധിജീവികൾ.
ഗുണഭോക്തൃ ബുദ്ധിജീവികൾ തിരുത്താൻ ശ്രമിക്കുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ തിരുത്തേണ്ട ഈ വിയോജിപ്പോടെയുള്ള ഇടതുപക്ഷം അവർ സൈലൻ്റായി പോയിരിക്കുന്നു എന്നുള്ളതാണ്. ആ വിയോജിപ്പോടെയുള്ള ഇടതുപക്ഷത്തെ ലക്ഷ്യമിട്ടുകൊണ്ട് UDF വിപുലീകരിക്കുന്നതാണെന്ന് VD സതീശൻ പ്രഖ്യാപിച്ചത്. ദാമോദർ പ്രസാദ്. അല്ല, ഇന്നിപ്പോൾ VD സതീശൻ പറഞ്ഞ വിപുലീകരിക്കുക, പക്ഷേ UDF സംബന്ധിച്ചോളം ഈ വിപുലീകരിക്കുക എന്നൊക്കെ ഇപ്പോഴത്തെ ഘട്ടത്തിൽ വിപുലീകരിക്കാതിരിക്കും ചിലപ്പോൾ നല്ല കാര്യം. ഈ ഇപ്പോൾ 87 ഒരു മാതൃക എടുക്കുകയാണെങ്കിൽ 87 എന്തായിരുന്നു ഇടതുപക്ഷ മുന്നണിയുടെ ഈ ജനകീയ അടിത്തറ എന്ന് വിളിക്കുന്ന മുന്നണി വളരെ ചെറുതായിരുന്നു. അപ്പുറത്ത് കരുണാകരൻ്റെ ദുർഭരണ ശേഷം ഇത്ര വലിയ ഒരു മഹാമുന്നണിയായിരുന്നു അത്. എല്ലാവിധ ആൾക്കാരും എൻ്റെ അകത്തുണ്ടായിരുന്നു. പക്ഷേ അന്ന് മുസ്ലിം ലീഗിൻ്റെ ഒരു കഷ്ണം അപ്പുറത്തേക്ക് പോവുകയും ചെയ്തു, എവിടേക്ക് പോയി അങ്ങോട്ട് പോവുകയും ചെയ്തു. അങ്ങനെ ചെറിയ മുന്നണിയായിരുന്നു. എന്നിട്ട് തിരിച്ചു വന്നില്ല 87. അപ്പോൾ അതുകൊണ്ട് UDF സംബന്ധിച്ചോളം അത് തന്നെയാണ് മാതൃക. ഇത് വിപുലീകരിക്കാൻ നിൽക്കുകയാണെങ്കിൽ പല ആൾക്കാരെയും കൊണ്ടുവന്നാൽ കൂടുതൽ ഈ UDFൻ്റെ കോൺഗ്രസിൻ്റെ ഒരു പ്രഭാവം കൂടി തന്നെ നഷ്ടപ്പെടും. അതുകൊണ്ട് വിപുലീകരിക്കാതെ, പക്ഷേ സതീശൻ പറഞ്ഞതല്ല, വ്യക്തികളെ കൊണ്ടുവരുന്നതാണ്. അത് പക്ഷേ ഗുണകരമായിരിക്കാം. ചില വ്യക്തികൾ, ചില പ്രധാനപ്പെട്ട ആൾക്കാരെ കൊണ്ടുവരുന്ന ഒരു പക്ഷേ കോൺഗ്രസിൻ്റെ ഒരു ഇമേജും പ്രതിച്ഛായ വർദ്ധിപ്പിക്കാനും മറ്റു ഇതിൽ അതിൻ്റെ സ്വാധീനം. പക്ഷേ ഈ സംഘടനകളെയൊക്കെ തിരിച്ചു കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ ഇത് വിപുലീകരിക്കുന്ന കോൺഗ്രസിൻ്റെ അസ്തിത്വത്തിനെ ബാധിക്കാൻ സാധിക്കുന്ന കാര്യം ഇതൊക്കെ വരുന്നത്. ശരി, എന്തായാലും ഈ തിരുത്തൽ പ്രക്രിയ ഈ മാസം തന്നെ പൂർത്തിയാക്കും, പഠിക്കും എന്നാണ് ഗോവിന്ദ മാഷ് പറയുന്നത്. നമുക്ക് കാത്തിരിക്കാം. അതിനു മുമ്പ് അസംബ്ലി തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കേണ്ടിയും വരും മുന്നണികൾക്ക്. നന്ദി.